എല്ലാവർക്കും വിദ്യാസമ്മാനത്തിൻ്റെ സാദര നമസ്കാരം. ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുവാൻ വിദ്യാസമ്മാനം തന്നെ പരിചയപ്പെടുത്താൻ താല്പര്യം കാണിച്ച എൻ്റെ സംഘാടകരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അത് തന്നെ പ്രകാശിപ്പിക്കുന്നു. ഇന്നലെ സ്വാഭിമാനികളുടെ ഹൃദയത്തിലെല്ലാം അഭിമാനം ചൊരിഞ്ഞുകൊണ്ടുള്ള പുണ്യ മുഹൂർത്തമായിരുന്നു ഇന്നലെ നമ്മൾ സാക്ഷ്യപ്പെടുത്തി. എല്ലാവരുടെയും വാക്കുകളിൽ അത് പ്രതിധ്വനിച്ചു. നമ്മുടെ ഭാരതത്തിന് പല കാലങ്ങളിൽ വിവിധ ശക്തികൾ ആക്രമിച്ചിട്ടുണ്ട്. ചിലർ സൈനികമായിട്ടായിരുന്നു ആക്രമിച്ചത്. സൈനികമായിട്ട് ആക്രമിക്കുന്നവരോടുള്ള പ്രതിരോധം അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിഹാസങ്ങളിൽ അങ്ങനെയുള്ള വീരചരിതങ്ങൾ കാണാം. നമ്മുടെ ജനതയെ നശിപ്പിച്ച, ധർമ്മത്തിനെതിരായി പ്രവർത്തിച്ചവർക്കെതിരെ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആയുധമെടുക്കാൻ പോലും അവതാര പുരുഷന്മാർ പഠിച്ചിട്ടില്ല. കംസൻ, ജരാസന്ധൻ, നരകാസുരൻ, ശിശുപാലൻ, കൗരവർ, ഇതൊക്കെ വ്യാസമഹാഭാരതത്തിൽ കാണാം. അതിനു മുമ്പുള്ള വാൽമീകി രാമായണത്തിൽ രാവണൻ, കുംഭകർണൻ, താടക ഇതുപോലുള്ള ദുഷ്ടശക്തികളോട് ഏറ്റുമുട്ടുന്ന ശ്രീരാമനെയും കാണാം. അവരുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ദുഷ്ടന്മാരെ മാത്രം എതിരിട്ടാൽ മതിയായിരുന്നു. അവരെ വധിച്ചു കഴിഞ്ഞ് അവരുടെ കൂട്ടത്തിലുള്ള ആളെ തന്നെ ഭരണാധികാരിയാക്കിയാൽ പോലും പ്രശ്നമായിരുന്നില്ല. ഉദാഹരണത്തിന് രാവണനെ വധിച്ചു കഴിഞ്ഞ് ലങ്കയിലെ ഭരണാധികാരിയായത് രാവണ സഹോദരനാണ്, വിഭീഷണനാണ്. ശ്രീരാമൻ അവിടെ ഒന്നും എടുത്തില്ല. ഒരു സ്വർണ്ണ നാണയമോ ഒരു പുഷ്പമോ പോലും സമ്മാനമായി സ്വീകരിച്ചില്ല. ധർമ്മം പുനഃസ്ഥാപിച്ചു. രാമന്റെ സഹോദരനാണെങ്കിലും ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഉറപ്പുള്ള വിഭീഷണന്റെ ഭരണാധികാരിയായി കൊണ്ട് കഴിയും. ശേഷന്റെ കാലഘട്ടത്തിൽ ഇത് കാണാൻ കഴിയും. കംസനെ വധിച്ചു. ശ്രീകൃഷ്ണന്റെ ഭരണാധികാരിയാകാമായിരുന്നു, ബലരാമനെ ഭരണാധികാരിയാക്കാമായിരുന്നു, തന്റെ അച്ഛനെ രാജാവാക്കാമായിരുന്നു, വസുദേവനെ. പക്ഷെ പഴയ രാജാവായ ഉഗ്രസേനനെ തന്നെയാണ് അവിടെ രാജാവാക്കിയത്. ജരാസന്ധനെ വധിക്കുമ്പോൾ ജരാസന്ധന്റെ മകനെയാണ് അവിടെ രാജാവാക്കിയത്. ശിശുപാലൻ വധിച്ചു കഴിഞ്ഞ് ശിശുപാലപുത്രൻ തന്നെയാണ് അവിടെ എതിരാക്കി രാജാവായത്. നരകാസുരനെ വധിച്ചു കഴിഞ്ഞ് അവിടുത്തെ നാട്ടുകാരെ തന്നെ നല്ല ആൾക്കാരെയാണ് തെരഞ്ഞെടുത്തത്. കാരണം അവരുടെ കൂട്ടത്തിൽ തന്നെ നല്ല വ്യക്തികൾ ഉണ്ടായിരുന്നു. ഒന്നോ രണ്ടോ ഭരണാധികാരികൾ അവരുടെ അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ മാത്രമായിരുന്നു പോരാട്ടം. ഇന്നതല്ല. ഇന്ന് ആശയങ്ങളോടാണ് നമ്മുടെ പോരാട്ടം, വ്യക്തികളോടല്ല. വിവിധ ആശയങ്ങളാൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട വ്യക്തികളോടാണ് നമ്മൾ പോരാടുന്നത്. ഈ വിവിധ ആശയങ്ങളാവട്ടെ കുറെ മക്കളിലേക്ക് കൊണ്ടുവരുന്നു, മക്കളെ തന്നെ അതേ രീതിയിൽ പരുവപ്പെടുത്തുന്നു. അത് മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് സങ്കൽപ്പിച്ചുകൊണ്ട് അവരെയും കൂടി ഇവരുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നു. കേരളത്തിൽ ഇത് അതിശക്തമാണ്. ഫേസ്ബുക്കിലേക്ക് നോക്കിയാൽ സങ്കടം വരുന്ന കാഴ്ചകളാണ്. ഇന്നലെ വായിച്ചത് നമ്മളെല്ലാവരും അഭിമാനത്തോടുകൂടി 500 വർഷത്തെ പോരാട്ടത്തിന്റെ വിജയത്തെ വിനയത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ
ഫേസ്ബുക്കിൽ ഒരാളിട്ടിരിക്കുകയാണ്, ഇത് പള്ളിപ്പറമ്പിലെ രാമൻകുട്ടിയാണ്. ഈ പള്ളിപ്പറമ്പ് ബാബ തോന്നുകൊണ്ടുവന്നതാണോ? ഇത്രയത്ര ക്ഷേത്രങ്ങൾ വയ്ക്കാതിരുന്ന സ്ഥലങ്ങൾ വരെ ഒരു പള്ളികളാക്കി കൊടുത്തിട്ടുള്ള പാരമ്പര്യമുള്ള ഹിന്ദുക്കളോട് 10,000-കണക്കിന് ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങൾ തകർത്തിട്ടും അവരോട് ക്ഷമിച്ചാൽ ഇപ്പോഴും സഹിഷ്ണുത കാണിക്കുന്ന, സംവരണം പോലും കൊടുക്കുന്ന ഹിന്ദുക്കളോടുള്ള ഒരു പരിഹാസം, ക്രൂരമായ പരിഹാസം. 3 ക്ഷേത്രങ്ങളെയും നമ്മൾ ചോദിച്ചുള്ളൂ. നേരത്തെ തന്നിരുന്നു ഇത്ര വലിയ മൂവ്മെന്റ് ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ബുദ്ധി മോശം. വാസ്തവത്തിൽ അയോധ്യ, മധുര, കാശി ഒരിക്കലും ഹിന്ദുവിന് മറക്കാൻ പറ്റാത്ത 3 ക്ഷേത്രങ്ങളാണ്. അത് ഒത്തുതീർപ്പിലൂടെ തന്നിരുന്നുവെങ്കിൽ ഇത്രയും വലിയ മൂവ്മെന്റ് ഉണ്ടാകുമായിരുന്നില്ല. അത് അവർ മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോഴും കേരളത്തിൽ അതിശക്തമായ ദ്വേഷ പ്രചാരണങ്ങൾ സംഭവിക്കുന്നു. കേരളത്തിന്റെയും ഭാരതത്തിന്റെയും പരിസ്ഥിതികൾ പരിഗണിക്കുമ്പോൾ 6 തരം ബ്രെയിൻ വാഷിങ്ങുകളാണ് നമ്മുടെ കുട്ടികളെ മുതൽ വൃദ്ധന്മാരെ വരെ, സ്ത്രീകളെയും പുരുഷന്മാരെയും വിവിധ മേഖലയിലുള്ളവരെയെല്ലാം പിടിപെടാൻ കാത്തിരിക്കുന്ന 6 തരം ബ്രെയിൻ വാഷിങ്ങുകളുണ്ട്. ലവ് ജിഹാദ് മാത്രമല്ല, ഒരു മതപരിവർത്തനം മാത്രമല്ല, ഈ 6 തരം ബ്രെയിൻ വാഷിങ്ങിനെതിരെയുള്ള പോരാട്ടമാണ് ആശയവ്യാസം. 6 തരം ബ്രെയിൻ വാഷിംഗ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കണം. ഈ ബ്രെയിൻ വാഷിംഗ് ശക്തികൾ പല രീതിയിൽ, പല ഭാവങ്ങളിൽ നമ്മുടെ കുട്ടികളെ പിടികൂടാൻ കാത്തിരിക്കുകയാണ്. സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ മാനേജ്മെന്റ്, ഇവിടുത്തെ സിലബസ്, ഇവിടുത്തെ മോറൽ ക്ലാസ്, ബൈബിൾ ക്ലാസ്, ഖുർആൻ ക്ലാസ്, അധ്യാപകർ, സഹപാഠികൾ, സൺഡേ സ്കൂളിലും മദ്രസയിലും പഠിച്ചിറങ്ങി വന്ന നമ്മുടെ ബെഞ്ചിനപ്പുറത്ത് കുത്തിരിക്കുന്ന സഹപാഠികൾ, വായിക്കുന്ന പത്രം, കാണുന്ന സിനിമ, കേൾക്കുന്ന പാട്ട്, എപ്പോഴും ആശ്രയിക്കുന്ന സോഷ്യൽ മീഡിയ, TV, റേഡിയോ, മാസികകൾ, വാരികകൾ, പുസ്തകങ്ങൾ, കോഴ്സുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, തൊഴിൽശാലകൾ, എൻട്രൻസ് കോച്ചിങ് കേന്ദ്രങ്ങൾ, ട്യൂട്ടോറിയലുകൾ, വിവിധ കോഴ്സുകൾ. ഇതിലൂടെ നമ്മുടെ കുട്ടികളെ മാത്രമല്ല, കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ പ്രത്യേക തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടും. അത് വ്യക്തമായ പദ്ധതിയുണ്ട്, ഫണ്ടുണ്ട്. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് അവർ, ആസൂത്രിതമായിട്ടാണ് അവരത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതുപോലും അറിയാതെ കിടന്നുറങ്ങുന്ന ഭൂരിപക്ഷം ജനത ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്ന മതങ്ങളിലേക്ക് മാത്രമല്ല, രാഷ്ട്രവിരുദ്ധമായ, മാനവവിരുദ്ധമായ ചിന്താഗതിയിലേക്കാണ്. കണ്ണിച്ചോരയില്ലാത്തവരെ പോലും ഉത്പാദിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ ബ്രെയിൻ വാഷ്. നമ്മുടെ ധർമ്മത്തിനെതിരെ, ദർശനങ്ങൾക്കെതിരെ, ചരിത്രത്തിനെതിരെ, വർത്തമാനകാല സംഭവങ്ങളെ പോലും വളച്ചൊടിച്ചാണ് ഇവരിലേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ ഇരകളാണ് നമ്മുടെ സമൂഹം. ഇതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം വേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഒന്നാമത്തെ വെല്ലുവിളി ഉറങ്ങുന്ന ജനതയാണ്. മഹാഭാരതത്തിൽ ധർമ്മപുത്രരോട് ഒരു ചോദ്യം ചോദിക്കുന്നു. മറുപടി പറയുന്നു, ഒരു ജീവിതത്തിന്റെ എല്ലാ ഉയർച്ച താഴ്ചകളെല്ലാം അനുഭവിച്ച ആളാണ് ധർമ്മപുത്രർ. രാജാവായിട്ടുണ്ട്, കാട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ ബഹുമാനങ്ങൾ കിട്ടുന്ന അവസ്ഥയിലായിട്ടുണ്ട്, എല്ലാവരുടെയും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും കേൾക്കുന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് പറയാൻ യോഗ്യൻ. അദ്ദേഹം പറയുന്നു, ഒരു വ്യക്തിയെ ബാധിക്കുന്ന, ഒരു സമാജത്തെ ബാധിച്ചേക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം അപകടമാണ്. എല്ലാ ദുരിതങ്ങളെയും ആകർഷിക്കുന്ന വൻ വിപത്ത് എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ പഠിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, എന്റെ ജീവിതാനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ഞാൻ പറയാമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണെന്നറിയാമോ? പ്രമാദമാണ് ഏറ്റവും വലിയ ദുരന്തം. പ്രമാദം എന്ന വാക്കിന് അറിവില്ലായ്മ എന്ന് മാത്രമല്ല, അറിവില്ലായ്മ, അജ്ഞതയുണ്ട്,
വിവേകശൂന്യതയുണ്ട്. പറയില്ല, അറിവുണ്ട് ബോധമില്ലെന്ന് പറയും. ഈ അറിവില്ലായ്മയും ബോധശൂന്യതയും കൂടി കൂടുമ്പോഴാണ് പ്രമാദം ഉണ്ടാകുന്നത്. അറിവില്ലായ്മ അറിവ് വരുമ്പോൾ മാറും. പക്ഷെ അറിവില്ലെന്ന് പോലും അറിയാതെ ബോധക്കേട് വന്നാലും അപകടം. തന്നെ ചൂട് നിൽക്കുന്ന അപകടങ്ങളെ കുറിച്ച് അറിയാതെ സമാജത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ മെനക്കെടാതെ അത് ചൂണ്ടിക്കാട്ടുന്നവർ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന ജനത. ഇത് കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്, ലാഹോറിൽ ഉണ്ടായിട്ടുണ്ട്, മലപ്പുറത്തുണ്ടായിട്ടുണ്ട്. എവിടെയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഉണ്ടായി. മദീനയിലെ ക്രിസ്ത്യാനികൾക്ക് ജൂതന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് ഈ കുഴപ്പം. മക്കയിലെ മുസ്ലിംകൾ വിളിക്കുന്ന പ്രാചീന അറബികൾക്ക് ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നം. എല്ലായിടത്തും ഉണ്ടായി. പ്രമാദം എന്ന് വെച്ചാൽ നമ്മളെ ബാധിച്ചേക്കാവുന്ന അപകടങ്ങൾ എന്താണ്? കാരണം ആദ്യം സുരക്ഷയാണ് വേണ്ടത്. സുരക്ഷയില്ലെങ്കിൽ അതെല്ലാം നിലനിർത്തിക്കും. കോടാനുകോടി ഗ്രന്ഥങ്ങളുള്ള ഗ്രന്ഥപ്പുരകളും സർവകലാശാലകളും എങ്ങനെയാണ് തകർന്നത്? എത്ര പണ്ഡിതന്മാരെയും അധ്യാപകരെയൊക്കെയാണ് കൊലപ്പെടുത്തിയത്. നമുക്കറിയാം. നടന്ത, തക്ഷശില, വിക്രംശില, ഉജ്ജയിനി, കാശി നമുക്കറിയാം. ഇത്ര ഭൗതികമായ ക്ഷേത്രങ്ങൾ, ശ്രീരാമക്ഷേത്രമടക്കം, ശ്രീരാമജന്മഭൂമി ക്ഷേത്രമടക്കം, മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം അടക്കമുള്ള എത്രയെത്ര ക്ഷേത്രങ്ങൾ, സോമാനന്ദ ക്ഷേത്രം. സുരക്ഷ വളരെ നമ്മൾ പറയാൻ, മഹനീയ ആശയങ്ങൾ പറയാൻ നമ്മളുണ്ടാവണം. ഇല്ലെങ്കിൽ പറയാൻ സമാധാന ഗീത പാടാൻ പോലും ഒരു ജനത അവശേഷിക്കില്ല. കാഴ്ച ബംഗ്ലാവിൽ പോലും വയ്ക്കാനില്ലാതെ അവശേഷിച്ച അമേരിക്കയിലെ മായ, ഇങ്ക, അസ്റ്റക്ക് നാഗരികതകളെ പോലെ ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ പഴയ പോരാട്ടങ്ങളിൽ നിന്ന് വീര്യം ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ് ഇതിഹാസങ്ങൾ പഠിക്കുന്നത്, ചരിത്രം മനസ്സിലാക്കുന്നത്. പുതിയ പോരാട്ടങ്ങൾ എവിടെയൊക്കെയാണ് വേണ്ടത് അറിയാൻ വേണ്ടി കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. 6 തരം പ്രമാദങ്ങൾ, 6 തരം ബ്രെയിൻ വാഷിങ്ങൾ നമ്മളെ ബാധിക്കുന്നു. ഇതുപോലും അറിയാതെ ഇരിക്കുന്ന നമ്മളിൽ തന്നെയുള്ള പ്രശ്നങ്ങളാണ് ഒന്നാമത്തെ ബ്രെയിൻ വാഷിംഗ്. നമുക്കൊന്നും സംഭവിക്കില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു കുഴപ്പം നമുക്കുണ്ടാകില്ല. നമുക്കിടയിലുള്ള ധാരാളം വിഷയങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നമ്മളെ തകർത്ത് കളഞ്ഞ ജാതീയ പ്രശ്നങ്ങൾ, ട്രസ്റ്റ് വാദം, എല്ലാവരെയും ട്രസ്റ്റ് പറഞ്ഞ് പുറത്താക്കി ആളില്ലാതെയായി. തിരിച്ചു വന്നാൽ പോലും സ്വീകരിക്കാതിരിക്കുകയും എന്തിനാണ് വന്നെന്ന് ചോദിക്കുന്നത്. നമ്മൾ ഇത്രയും 7500-ലേറെ ആൾക്കാർ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ചിലരോടൊക്കെ ഹിന്ദു എന്ന് പറയുന്ന ചില ആൾക്കാർ ചോദിക്കും, എന്നൊക്കെ തിരിച്ചു വന്നത് അങ്ങോട്ട് പോയാൽ പോയി നമ്മുടെ സ്ഥലം മാത്രം അവശേഷിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനില്ല, ബംഗ്ലാദേശില്ല, പാകിസ്ഥാനില്ല, കാശ്മീരിലെ ഭൂരിപക്ഷ പ്രദേശങ്ങളില്ല, അതെല്ലാം അത് മാറ്റപ്പെട്ടു പോയി. ഇതിലെല്ലാം അപകടം നമ്മൾ ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങോട്ട് പോയാൽ പോലെ എന്തിനാണ് തിരിച്ചു വന്നത്? അങ്ങനെയുള്ള ഹിന്ദുക്കളെയാണ് ഒന്നാമത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്ധവിശ്വാസം, അനാചാരം, അത്യാചാരം, ദുരാചാരം, മാമൂൽവാദം, ജാതിവാദം, ഭ്രഷ്ടവാദം, ഇങ്ങനെ തെറ്റായ ചിന്താഗതിയിൽ അഭിനയിക്കുന്ന ഹിന്ദുക്കളാണ് ഒന്നാമത്തെ വെല്ലുവിളി. അത് ആന്തരികമാണ്, നമ്മളുള്ള പ്രശ്നങ്ങളാണ്. ആത്മീയാചീകരണം, കുറച്ചെന്തെങ്കിലും അവിടെ നിന്ന് പഠിക്കും, ധരിക്കാതെ വിടും. ആത്മീയാചീകരണം, സ്പിരിച്വൽ ഇന്റഗ്രേഷൻ, ആശയ മലിനീകരണം, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ ഓരോന്നും വിശദമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഇതെല്ലാം കൂടെ കൂട്ടി ഒറ്റ ബ്രെയിൻ വാഷിംഗ് ആയിട്ട് കൂട്ടാം. ആഭ്യന്തര പ്രശ്നങ്ങൾ, ഈ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നാണ് മറ്റു വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ തന്നെ കുഴപ്പമുണ്ടാകുന്നതെല്ലാം ഉണ്ടാകും. ഒന്നാമത് ക്രിസ്ത്യൻ മതമൗലികവാദം. വളരെ ഗൗരവമായിട്ട് നമ്മൾ ജിഹാദികളോട് ഏറ്റുമുട്ടുമ്പോൾ സൈലന്റായി നടക്കുന്നതിനെ നമ്മൾ കാണാതിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ ഇതൊക്കെ വിട്ടുപക്ഷത്തിരിക്കണം. നമുക്ക് എല്ലാവരോടും സഹിഷ്ണുതയും മാത്രമല്ല നല്ല രീതിയിലുള്ള ബഹുമാനം കൂടി വേണം. നമ്മുടെ കാഴ്ചപ്പാടാണ് നമുക്ക് എല്ലാവരോടും. പക്ഷെ അങ്ങോട്ട് പോയാൽ ഇതെല്ലാം ഉണ്ടാവുക. നമ്മുടെ ഈശ്വരനെ സാത്താനായി കാണുന്ന, നമ്മുടെ ഗുരുക്കന്മാരെ, അവതാരപുരുഷന്മാരെ നരകാവകാശികളായി കാണുന്ന ചിന്താഗതിയാണ് ഇത് മതം മാറ്റുമ്പോൾ നിൽക്കുന്നത്. അതാണ് അപകടം. ഇഷ്ടദേവത മാറുന്നത് പോലെയല്ല, രാഷ്ട്രത്തിന് തന്നെ എതിരായിട്ട് മാറുന്നതാണ്.
അതാണ് നമുക്ക് വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ മതമൗലികവാദ ഭീഷണികളെ വളരെ ജാഗ്രതയോടുകൂടി കാണണം, പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെ നമ്മുടെ പല സ്കൂളുകളിലൊക്കെ അയക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ പലപ്പോഴും പള്ളികളിൽ കൊണ്ടുപോകാറുണ്ടെന്ന് അത്ര പേർക്കറിയാം. അതുകൊണ്ട് ഈ സ്കൂളുകളിലേക്ക് ഞാൻ വളരെ ആദരവോടുകൂടിയാണ് കാണുന്നത്. എന്തുപോലെ നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. പുതിയകാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന്റെ ഒരു തൃപ്പൂണിത്തുറയിൽ തന്നെയുള്ള പ്രസിദ്ധമായ വെടിക്കെട്ട് നടക്കുന്ന ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഒരു ഭാരവാഹിയെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സ്കൂൾ തുടങ്ങാൻ പാടില്ല, അവരുടെ മക്കളെ ക്രിസ്ത്യൻ മുസ്ലിം വിദ്യാലയങ്ങളിലാണ് വിടുന്നത്. 2 കോടി രൂപയാണ് വെടിക്കെട്ടിന് വേണ്ടി ഒരു മാസം ചെലവാണ്, ഒരു വർഷം ചെലവാണ്. 2 കോടി രൂപ വെടിക്കെട്ടിന് മാത്രം. പിന്നെ ഉത്സവ ചെലവുകൾ വേറെ. പട്ടാ ബോധിക്കും വന്നിട്ടില്ല. ഈ 1ാമത്തെ വിഭാഗമാണ് പ്രമാദം ബാധിച്ചിരിക്കുക. പക്ഷേ നമുക്കൊരു പ്രകൃതി നിയമമുണ്ട്. ധർമ്മത്തെ ആര് വിസ്മരിച്ചാൽ, ധർമ്മത്തിനെതിരായ പ്രവൃത്തി വന്നാൽ പ്രകൃതി തിരിച്ചടിക്കും. ധർമ്മയേവ ഹതോഹന്തി ധർമ്മോ രക്ഷിതതാണ്. അതിന്റെ ഒരു ഞാൻ സംസാരിച്ചാലല്ല, അതിന്റെ വേറൊരു ഭരണാധികാരിയുടെ മോള് ക്രിസ്തുമതത്തിലേക്ക് പോയി. പൂജാരിയുടെ മോള് ഇസ്ലാം മതത്തിലേക്ക്. സങ്കടമുണ്ട്. നമ്മുടെ ഒരു കുട്ടി പോയി വേദനയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാം? ഇതുപോലുള്ള കാര്യങ്ങളിൽ ജാഗ്രത ഇപ്പോഴും ഇല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും വരില്ല എന്നുള്ള ഒരു വ്യാജ സമാധാനത്തിൽ കഴിയുന്നവരാണ് ഏറെ. അസംഖ്യാ സമാജത്തിലേക്ക് കടന്നു വന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഇങ്ങനെ ചിന്താഗതികളുണ്ടായിരുന്നു. എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ വരില്ല, എൻ്റെ കുട്ടി അങ്ങനെ പോകില്ല. നിങ്ങൾക്കറിയില്ല പല രീതിയിൽ എങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തി ചിട്ടയോട് നടപ്പാക്കുന്ന ശക്തികളോടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് വരാം. ക്രിസ്ത്യൻ മതപരിവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്നാണ് ആദ്യം. ആശുപത്രികൾ, സേവന പ്രവർത്തനങ്ങൾ, അതിന് പറഞ്ഞ വീട് കയറി ഇറങ്ങുന്ന മിഷണറി പ്രവർത്തനങ്ങൾ, അതുപോലെ കോട്ട കേന്ദ്രക്കറിയല്ലോ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി സാക്ഷ്യം പറയിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഗൗരവത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ നമ്മുടെ തന്നെയുള്ള പ്രശ്നങ്ങൾ. 2ാമത്തെ ക്രിസ്ത്യൻ ഭീഷണികൾ. 3ാമത് ഇസ്ലാമിക മതപരിവർത്തനവും ഭീകരവാദവും. ക്രിസ്ത്യാനികൾക്ക് ഭീകരവാദികളെന്ന് പറയാൻ പറ്റില്ല. മണിപ്പൂറിൽ നമ്മൾ കണ്ടതാണ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ട്. അവർ ശക്തി വന്നാൽ അവരുടെ സ്വഭാവം പുറത്തിറക്കും. വിഴിഞ്ഞത്തൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭൂതനെയാണോ താടകയാണോ കൂടുതൽ പ്രശ്നം ചോദിക്കുന്നത് പോലെയാണ്. സാധാരണ ക്രിസ്ത്യാനികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സാധാരണ നല്ല മുസ്ലിങ്ങളുണ്ട്, നല്ല ക്രിസ്ത്യാനികളുണ്ട്, ഹൈന്ദവത്തിൽ അഭിമാനം കൊള്ളുന്ന നല്ല ക്രിസ്ത്യാനികളൊക്കെ വളർന്നു വരുന്നുണ്ട്. അവരോടൊക്കെ നമുക്ക് സന്തോഷം കൊടുക്കും, ബഹുമാനം നൽകും. പക്ഷെ മതം തലയ്ക്ക് പിടിച്ച ആൾക്കാരെ കുറിച്ച് തന്നെ പറയുന്നു. ഇസ്ലാമിക ഭീകരവാദം കടുത്ത ഭീഷണിയാണ്. IS-ലേക്ക് ഏറ്റവും അധികം ആൾക്കാരെ കയറ്റുമതി ചെയ്ത പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊച്ചു കേരളമാണ്. ഇപ്പോഴും 4ഓളം പേരിൽ കൂടെ കഴിയുന്നുണ്ട്. 4 കുട്ടിയുണ്ട്. തിരുവനന്തപുരത്തുകാരി നിഷ ഫാത്തിമ അടക്കമുള്ള 4-5 പേർ ഇപ്പോഴും. അവർ ബാക്കിയെല്ലാം കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ എവിടെ പോലും അറിയില്ല. അപ്പോൾ ഭീകരമായ ഈ സംഭവം നമ്മൾ കരുതിയിരിക്കുന്നു. 4ാമത് ചില രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ ജനതയെ സ്വത്വബോധത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി കാണിക്കുന്ന കുറേയേറെ ബ്രെയിൻ വാഷിങ്ങുണ്ട്. അത് കപട മതേതരത്വം, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, ഭൂരിപക്ഷ വിവേചനം, ന്യൂനപക്ഷ പ്രീണനം, പല തന്ത്രങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്കെല്ലാം കേരളത്തിൽ നിത്യസംഭവമായതുകൊണ്ട് അതിന് ഒരു കക്ഷി എന്ന് പറയാൻ പറ്റില്ല. പല കക്ഷികൾ, ജാതി സംഘടനകളുണ്ട്, ഭിന്നിപ്പിക്കുന്ന സംഘടനകളൊക്കെ ഉണ്ട്. ജാതി സംഘടന, ജാതി രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പൊ BSP കേരളത്തിലില്ല. BSP എന്നൊക്കെ പറയുന്നതൊക്കെ ഗുരുജൻ സമാജ് പാർട്ടി, സമാജ്വാദ പാർട്ടിയൊക്കെ അവരുടെ ജാതി പീഡനമാണ്. ജാതി പീഡനമോ മതപീഡനമോ അങ്ങനെ ഭാരതത്തിൽ ശക്തമാണ്. കേരളത്തിൽ നമുക്കറിയാം കുറേയേറെ സംഘടനകളുണ്ടെന്ന് പറയാം. രാഷ്ട്രീയക്കാരുടെ പിടിയിൽ നിന്ന്
രാഷ്ട്രീയം നമുക്ക് വേണം, പക്ഷേ ഈ കക്ഷി രാഷ്ട്രീയം പറഞ്ഞ യഥാർത്ഥ ഹിന്ദുത്വത്തിൽ നിന്നും സനാതന ധർമ്മത്തിൽ നിന്നും സംസ്കൃതിയിൽ നിന്നും രാഷ്ട്ര താല്പര്യത്തിൽ നിന്നും അകറ്റുന്ന കക്ഷികളെ കരുതിയിരിക്കണം. അടുത്തത് മെക്കാളൈസം പറഞ്ഞൊരു മെക്കാളൈസം. ഭാരതത്തെ വെറുക്കാനും പൂർവികരെ മുഴുവൻ പുച്ഛത്തോടെ കാണുവാനും നമ്മുടെ ധർമ്മത്തെയും വിജ്ഞാനങ്ങളൊക്കെ പരിഹാസത്തോടെ വീക്ഷിക്കാനും ബ്രിട്ടീഷുകാർ ബോധപൂർവം ആസൂത്രണം ചെയ്ത് വിജയകരമായി വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ നടപ്പിലാക്കിയ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ മെക്കാളൈസം എന്ന് പറയുന്നത്. ഇന്നും അതിന്റെ അടിമകളായി ജീവിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അടുത്തത് എത്തീസം എന്ന് പറയുന്നത് നിരീശ്വരവാദം, ഭൗതികവാദം, അജ്ഞേയവാദം, സംശയവാദം, ഭൗതികവാദം, ഇങ്ങനെയുള്ള എല്ലാ ലൗകികവാദം, സുഖവാദം, പ്രഹഷൻ, സ്വന്തം കാര്യം നോക്കിയാൽ മതി, ഒരു കടമയും വേണ്ട എന്നുള്ള ചിന്താഗതികളെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ 6ാമത്തെ ബ്രെയിൻ വാഷിംഗ്. ഏതൊക്കെയാണ് ബ്രെയിൻ വാഷിംഗ്? കേരളത്തെ ബാധിക്കുന്ന 6 തരം ബ്രെയിൻ വാഷിംഗ് ഏതൊക്കെയാണ്? ഒന്ന്, നമ്മളിൽ തന്നെയുള്ള കുറേയേറെ ഈ നേരം വെളുക്കാത്ത കുറേയേറെ ആൾക്കാരുണ്ട്. പറഞ്ഞാൽ തീരില്ല. ക്രിസ്ത്യൻ, മൂന്നാമത്തത് ഇസ്ലാം, അതായത് രാഷ്ട്രീയ കക്ഷികളുടെ മെക്കാളൈസ്റ്റുകൾ. ഭാരതം രാഷ്ട്രമായിരുന്നില്ല, ബ്രിട്ടീഷുകാരാണ് നമുക്കെല്ലാം നേടിയിരുന്നത്, ആരുദ്രവാദമൊക്കെ പറയുന്നത് ഇപ്പോഴും. 6ാമത്തത് ഈ നിരീശ്വരവാദ, ഭൗതികവാദ, ലൗകികവാദ ചിന്താഗതികളെല്ലാം. ഈശ്വരനില്ല എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയുള്ളവർക്ക് നമുക്ക് സ്വാഗതം പറയാം. പക്ഷേ ആരോടൊരു കൂറും വേണ്ട, നന്ദിയും വേണ്ടത് പഠിപ്പിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. അതാണ് പറയുന്നത്. രാഷ്ട്രത്തോട് കൂറ് വേണ്ട, മക്കളോട്, അച്ഛനോടന്മാരോട് ഇത് വേണ്ട, സമൂഹത്തോട് വേണ്ട, അതിൻ്റെ കാര്യം മാത്രം നോക്കുക എന്ന് പറയുന്ന ചിന്താഗതിയുണ്ട് അവിടെ. അതാണ് കൂടുതൽ അപകടകരമാണ്. ഈ 6 തരം ബ്രെയിൻ വാഷിംഗിലേക്ക് നമ്മുടെ പിള്ളേർ ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ എപ്പോൾ പോയാൽ ചോദിച്ചാൽ നമ്മൾ നല്ല വിദ്യാഭ്യാസം നേടാനായിട്ട് സ്കൂളുകളിൽ കോളേജുകളുമായിട്ട് നമ്മുടെ കുട്ടികൾ അങ്ങനെ തന്നെ വരുമെന്ന് യാതൊരു ഉറപ്പില്ല. ചിലപ്പോൾ മക്കൾ വരുമ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും അതേ രീതിയിൽ തന്നെയാണെന്ന് പോലും പറയുന്നുണ്ടാവും. കാരണം മക്കളെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്. ഈ 6 തരം ബ്രെയിൻ വാഷിങ്ങുകളെയും പ്രതിരോധിച്ച് അതിൽപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് ആശ്രിത്യ സമാജം. അതാണ് അതിന്റെ അതുല്യത എന്ന് പറയുന്നത്. അത് ഇന്നലെ മാറിയവരാവട്ടെ, ഇന്ന് മാറിയവരാവട്ടെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങോട്ടൊക്കെ ഈ 6 ചിന്താഗതിയിലേക്ക് മാറിയവരാവട്ടെ, 3 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആശ്രിത്യ സമാജത്തിന്റെ അധ്യാപകന്മാർക്കോ ഇവരെ തിരിച്ച് നമ്മുടെ സ്വധർമ്മത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും. ഒന്നുമില്ലെങ്കിൽ മാനവബോധത്തിന് അനുകൂലമായിട്ട് ഒരു നന്മയുടെ ചിന്താഗതിയിലേക്ക് എത്തിക്കാൻ കഴിയും. 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, അവർ നമ്മളോട് ചർച്ച നടത്താനുള്ള സന്നദ്ധത കാണിക്കണം. അവർക്ക് എന്ത് ന്യായീകരണങ്ങളോ വിമർശനങ്ങളോ എന്ത് പറഞ്ഞോട്ടെ, അത് വേണം. 2, ഇവർക്ക് അല്പം സാമാന്യ ബുദ്ധി, പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഘടകത്തിൽ വേണം. ഇത് രണ്ടും സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. സത്യം ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത് പിന്തുടരാനുള്ള ഒരു പ്രതിബദ്ധതയാണ് 3ാമത്തെ ഘടകം. ഈ 3 ഘടകങ്ങളുള്ള കോമൺ സെൻസ് ഉണ്ടാവുക, ചർച്ച നടത്താൻ തയ്യാറാവുക, സത്യം ബോധ്യപ്പെട്ടാൽ മാത്രം അതിനെ പിന്തുടരാനുള്ള സന്മനസ്സുണ്ടാവുക. ഈ 3 കണ്ടീഷൻസ് ഉള്ള ആരെയും സനാതന ധർമ്മത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ആശ്രിത്യ സമാജം. അത് ഹിപ്നോട്ടിസമോ മെസ്മറിസമോ ഒന്നുമല്ല, പഠന കരുത്താണ്, സ്വാധ്യായത്തിന്റെ ശക്തിയാണ്. അത് നമ്മുടെ കോഴ്സുകളിലൂടെ കടന്നു പോകുന്ന ആർക്കും ബോധ്യമാണ്. ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റും. കാരണം നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവർക്ക് പറയുന്ന ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിമർശനങ്ങളും, ചോദ്യങ്ങളും, സംശയങ്ങളും മറ്റുള്ളവർ ചോദിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റാതെ പോയതാവട്ടെ, നമുക്ക് തന്നെ തോന്നി ഉത്തരം പറയാൻ പറ്റാത്തതാവട്ടെ, അതിൽ എഴുതി കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ഹോംവർക്ക്. പഠിച്ചിരുത്തം വന്നവരും തീയിൽ കൊടുത്തവരായിട്ടുള്ളവർ മാറാൻ വേണ്ടിയാണ്. അതുപോലെ ക്രിസ്ത്യൻ, ഇസ്ലാം തുടങ്ങിയ ബ്രെയിൻ വാഷിംഗിൽപ്പെട്ടവർ വരുമ്പോൾ മാക്സിമം അവരെ ന്യായീകരിക്കാനുള്ള എല്ലാം കൊണ്ടുവരാൻ പറയും. അവർക്കറിയില്ലെങ്കിൽ
വെബ്സൈറ്റ് നോക്കിയിട്ടോ അവരുടെ ആൾക്കാരെ നോക്കിയിട്ടോ മാക്സിമം ന്യായീകരിക്കാൻ എല്ലാം കൊണ്ടുവരാൻ പറയും. എന്നിട്ടാണ് അവരെ ബോധ്യപ്പെടുത്തുന്നത്. മന്ത്രശക്തിയുടെയോ തപസ്സിൻ്റെയോ ശക്തി കൊണ്ട് മാത്രമല്ല, നമ്മുടെ ആശയ കരുത്തിൻ്റെ ദാർശനിക മേന്മയുടെ കരുത്തുകൊണ്ടാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇത് കോഴ്സുകളിലൂടെ സാധ്യമാണ്. ഇതെല്ലാവർക്കും സാധ്യമാണ്. എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന അധ്യാപകന്മാർക്ക് മാത്രമല്ല, നമ്മളൊക്കെ മരിച്ചു പോയാൽ പോലും ഈ സിലബസ് നമുക്ക് ഭാവി തലമുറയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ സേഫാണ്. ഇതെല്ലായിടത്തും എത്തിക്കണം. 7200 7500 ആയിപ്പോൾ അവരെ തിരികെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ മാറിയവർ അവർ വന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒന്നൊരു 10 മിനിറ്റ് സംസാരിച്ചാൽ മനസ്സിലാവും എത്രത്തോളം വലിയ ഒരു റിസ്ക്കാണ് ആശുവിദ്യാസമാരം ഏറ്റെടുത്തത് മനസ്സിലാവും. ഇപ്പൊ സുന്ദരമായിട്ട് പറയാം 7500 തിരികെ കൊണ്ടുപോയി. അതുപോലെയല്ല. കാരണം വന്നവര് നൊന്തുപെറ്റ അമ്മയുടെ കരച്ചിൽ അവഗണിച്ചവരാണ്. സംരക്ഷിച്ച അച്ഛനും അമ്മയും അടക്കം കാലുകൾ വീണ് കരയുമ്പോൾ അവരുടെ കാലുകൾ കൊണ്ട് ആ കൈകൾ തട്ടി കടന്നുപോയവരാണ്. സഹോദരങ്ങൾ കണ്ണീരോടെ പറയുമ്പോൾ അവരെ മറികടന്നു പോയവരാണ്. പോലീസ് ഉദ്യോഗസ്ഥരോ അഭിഭാഷകരോ കോടതിയോ പൂജാരിമാരോ സന്യാസിമാരോ കൗൺസിലിംഗ് വിദഗ്ധന്മാരോ സംഘടനാ നേതാക്കന്മാരോ പറഞ്ഞിട്ട് തുല്യവില കൽപ്പിച്ചവരാണ്. അവരെയാണ് ആശുവിദ്യാസമാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ 10 മിനിറ്റൊക്കെ നിങ്ങൾ സംസാരിച്ചാലും മനസ്സിലാവും അസാധ്യമായൊരു കാര്യമാണെന്ന് പിന്നീട് അവരൊക്കെ സംസാരിക്കാൻ മനസ്സിലാവും. നമ്മുടെ ജോലികളും ഒരു സാമാന്യ മര്യാദ പോലും ഇല്ലാതെ വന്നവരാണ് പലരും. ഇരിക്കാൻ പറയുന്ന പോലും ഇരിക്കാത്തവർ. അവരെ നല്ല രീതിയിലാവുമ്പോൾ നമ്മളോട് തട്ടിക്കയറുന്നവരൊക്കെ എളുപ്പമായിരുന്നില്ല. ക്ഷമയോടെ അവരുടെ എല്ലാ നമ്മുടെ സനാതനധർമ്മത്തിനും ഈശ്വരനും എതിരായ വിമർശനങ്ങളെല്ലാം ശ്രീരാമനും ശ്രീകൃഷ്ണനും പോലുള്ള മഹാവതാരങ്ങൾക്കെതിരായ വിമർശനങ്ങളെല്ലാം ക്ഷമയോടെ സഹിച്ച് ഓരോ കാര്യങ്ങൾ ഓരോന്നായി അവരെ കൊണ്ട് തന്നെ ബോധ്യപ്പെടുത്തി കൊണ്ടുവന്ന സമ്പ്രദായത്തിന്റെ ഫലമായിട്ടാണ് 7500 ആൾക്കാർ തിരികെ വന്നത്. അവർക്ക് 1000-ഓളം പേർക്കെങ്കിലും ഇനിയൊരു പ്രശ്നം ഉണ്ടായാൽ തിരികെ കൊണ്ടുപോകാൻ കഴിവിപ്പിച്ചിട്ടുണ്ട്. 1000-ലേറെ പേർ. അത് 20-ലേറെ പേർ നമ്മുടെ മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് മാറി. അത് 4 പേർ അവരുടെ അനുഭവം വിശദീകരിച്ചുകൊണ്ട് പുസ്തകം രചിച്ചു. ഇനിയൊരാൾ പോകാതിരിക്കാനായിട്ട് എന്നുള്ള സാക്ഷ്യങ്ങളായി സനാതനധർമ്മത്തിലേക്ക് തിരികെ വന്നിട്ട് കമ്പാരിറ്റീവ് റിലീജിയൻ താരതമ്യം ചെയ്തുകൊണ്ട് എത്തുന്ന ആദ്യ അനുഭവം ആശുവിദ്യാസമാജത്തിന്റെ കുട്ടികളാണ് ചെയ്തത്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് സാക്ഷ്യം പറച്ചിലൊക്കെ വന്നിട്ടുണ്ട്. യൂട്യൂബിലുണ്ട്, ബൈബിൾ കൺവെൻഷനിലൊക്കെയാണ്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഒരു പോകാനുള്ള സാഹചര്യങ്ങൾ എന്താണ്, പോയപ്പോഴുള്ള മനസ്ഥിതി എന്താണ്, തിരികെ വരുന്ന അനുഭവം എന്താണ്, ഭാവി തലമുറയുള്ള സന്ദേശം എല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന 4 പുസ്തകങ്ങൾ എന്നും പല ഭാഷയിൽ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറാഠിയിലേക്ക് നമ്മളുണ്ട്, ഇംഗ്ലീഷിലേക്കുണ്ട്, പല ഭാഷകളിലേക്ക് പോയി. അപ്പൊ തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിന്റെ റിസ്ക്കും ഒരാസം ഏറ്റെടുക്കില്ല. കാരണം ഇവരൊക്കെ എന്തു പറഞ്ഞാലും ഇവരുടെ ജിഹാദിയുടെ ഇരകളായിട്ടാണ് അവരപ്പോൾ. അവരെന്തു പറഞ്ഞാലും ആ ആശ്രമം അടച്ചുകൂട്ടേണ്ടി വരുന്ന അവസ്ഥ വരും. സംഘടനാ നേതാക്കന്മാരെ പോലും അവരുടെ സ്ഥാപനത്തെ ഒത്തില്ല ഇവരെ. എന്നറിയോ, ആഗ്രഹം രക്ഷപ്പെടുത്താം. പക്ഷെ ഇവരൊക്കെ എന്തൊക്കെ പറയും. ഒരു വെള്ള വസ്ത്രത്തിൽ ചെളി വീഴുന്ന പരിപാടിയാണ് ഇത് പറഞ്ഞാൽ. കേസാണ്. അവരെ ഏറ്റെടുത്തിട്ടാണ് ഇപ്പോഴും എന്താണ് വരുന്നതെന്ന് പോലും ചിന്തിക്കാതെ നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർ കടിക്കുമോ ഒത്തുമോ ഇതുപോലും അറിയാതെയാണ് നമ്മുടെ പ്രവർത്തകർ പോകുന്നത്. അതീവ റിസ്കേറിയ പ്രവർത്തനം. അതാണ് ആശുവിദ്യാസമാജം ഏറ്റെടുത്തിരിക്കുന്ന സ്പിരിച്വൽ കൗൺസിലിംഗ്. അതുകൊണ്ട് മറ്റൊരു പദ്ധതി, ഇതെല്ലാം നല്ല രീതിയിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ സംവാദക്ഷമതയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കാനായിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. സുദർശനം എന്നാണ് എൻ്റെ പദ്ധതി. ഇന്നത്തെ എല്ലാ ശത്രുക്കൾക്കും രാമായണ കാലഘട്ടത്തിലും വ്യാസമഹാഭാരത കാലഘട്ടത്തിലുമുള്ള ശത്രുക്കളല്ല ഇന്നത്തെ. നമ്മുടെ കുട്ടികളെ കൂടെ പിടിച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന ശക്തികളാണ്. രാവണൻ മതം മാറ്റിക്കൊന്നുമില്ല, കംസ മതം മാറ്റിയിട്ടില്ല. അവരുടെ മക്കൾ പോലും നല്ല രീതിയിലായിട്ടുണ്ട്. ജരാസന്ധന്റെ മക്കളെ ഉദാഹരണം പറഞ്ഞു. ഇതങ്ങനെയല്ല.
നമ്മുടെ മക്കളെ കൂടി മതം മാറ്റി അവരുടെ കൂട്ടത്തിൽ ചേർത്ത് അടുത്ത തലമുറയെ കൂടി മതം മാറ്റാനുള്ള തന്ത്രമായി പോകുന്നവരാണ്. വലിയ പദ്ധതിയാണ്. അതിനെല്ലാം പ്രതിരോധിക്കാനുള്ള ധർമ്മപ്രചാരണ പദ്ധതി ആരംഭിച്ചു ആശ്രമിക്കാസമാണ്. ഒന്നാമത് സ്പിരിച്വൽ കൗൺസിലിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രമിക സമാജത്തിന്റെ സംഭാവനകളെല്ലാം അറിയുന്നത്. അതിനപ്പുറം സുദർശനമുള്ള പദ്ധതികൂടെ വരാൻ പോകുന്നു. വിശദമായിട്ട് ഏത് കാലത്തും വെബ്സൈറ്റിലൂടെ തന്നെ തിരിച്ചുകൊണ്ടുവരാൻ വരുന്ന പദ്ധതി സുദർശനം. ഇതെല്ലാം ചെയ്യാൻ പറ്റിയ യോഗ്യരായ ആൾക്കാരെ വളർത്തിയെടുക്കുന്ന ധർമ്മപ്രചാര പദ്ധതിയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. തുടങ്ങി കഴിഞ്ഞു. കുറെ പേര് വാർപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കിയുള്ള പദ്ധതിയാണ്. എല്ലാ രാജ്യങ്ങളിലും നിങ്ങളിടയ്ക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചതാണ് ഈ ചോദ്യം. ഇത്രയേറെ മഹത്തായ നമ്മുടെ ധനാധർമ്മം ശ്രീരാമനും ശ്രീകൃഷ്ണനും എണ്ണമറ്റ മഹായോഗിമാരും അവർക്ക് ജന്മം നൽകിയ ധർമ്മം എന്തുകൊണ്ടാണ് ഭാരതത്തിൽ മാത്രം ഒതുങ്ങിപ്പോയത്? ഭാരതത്തിൽ തന്നെ പല കഷ്ണമായിട്ട് പല രാജ്യങ്ങളും അവിടെ പോയി ഇപ്പോഴും നമ്മുടെ കുട്ടികളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഡിഫൻസ് മൂഡിലാണ്. ഉത്തരം ധർമ്മപ്രചാര പദ്ധതി കാലോചിതമായി നമ്മൾ നടപ്പിലാക്കണം എന്നുള്ളതാണ്. ആ തിരിച്ചറിവാണ് വേണ്ടത്. ഇന്ന് എല്ലാ ലോക രാജ്യങ്ങളിലും പുസ്തകങ്ങൾ നൽകിയിട്ടുണ്ട്. ബൈബിൾ ഏതാണ്, യേശുക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നവരാണ്. എല്ലാ ലോക രാജ്യങ്ങളിലും ഇസ്ലാം എത്തിയിട്ടുണ്ട്. 100-ലേറെ രാജ്യങ്ങൾ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. 70-ലേറെ രാജ്യങ്ങൾ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. അവിടെ സനാതനം പറഞ്ഞിട്ട് എല്ലാം പോലും പറ്റാത്ത രാജ്യങ്ങളും ഉണ്ടിക്കൊണ്ട് 14 രാജ്യങ്ങളിൽ ബുദ്ധമതം പോലും പ്രബലമാണ്. നമുക്ക് ശേഷം ഉണ്ടായതല്ലേ. നമ്മളെന്താ ഇവിടെ തന്നെ ഡിഫൻസ് മോഡിലാകാൻ കാരണം എന്താണ്? ധർമ്മപ്രചാരണം സനാതനധർമ്മത്തോട് ചെയ്ത കടമ 5 കടമ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒന്ന്, നന്നായി പഠിക്കണം. അധ്യയനം, അനുഷ്ഠാനം, പ്രചാരണം, അധ്യാപനം, സംരക്ഷണം. ഈ 5 കടമകളാണ് നമുക്ക് ഈ കർമ്മത്തോട് ചെയ്യാനുള്ളത്. പ്രചാരണത്തിലും അധ്യാപനത്തിലൊക്കെ വലിയ ശ്രദ്ധ പതിപ്പിക്കാത്തതുകൊണ്ടാണ് ഈ ഗതികളുണ്ടായത്. അവരതല്ല. അവർ ധാരാളം മിഷണറിമാരെ നമ്മുടെ ഇടയിലേക്ക് അയക്കുന്നു, മതം മാറ്റുന്നു. അവരവിടെ തന്നെ ഉറപ്പിച്ചു നിർത്താനുള്ള സംവിധാനങ്ങൾ. പള്ളി തെറ്റാണ്, മതം തെറ്റാണെന്ന് പറഞ്ഞാൽ പോലും അവർ നാട് പോവില്ല. അത്ര രീതി ഉറപ്പിച്ചു നിർത്തുകയാണ് സേവന സംരക്ഷണ കാര്യങ്ങളിലൂടെ. ഒരു പള്ളികളുടെ സേവന സംഘടനാ ഓഫീസ് പോലെയാണ്. വെറും ദേവാലയങ്ങൾ, ആരാധനാലയങ്ങൾ മാത്രമല്ല. അതിന് മറ്റുള്ളവരെ കൂടി കൊണ്ടുവരാനുള്ള പരിപാടികൾ, അവരുടെ മക്കളെ കൂടി മദ്രസയിലൂടെ സൺഡേ സ്കൂളിലൂടെ ഇവരുടെ രീതിയിലേക്ക് ആക്കുന്ന സംവിധാനം, ഇതെല്ലാമുള്ള ഒരു മിഷണറി സംവിധാനം അവർക്കുണ്ട്. ഈ മിഷണറി സംവിധാനം നമുക്ക് വേണം. പണ്ടേ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത് അട്ടിൻകൊണ്ടോ വിശ്വമാനം എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവൻ ശ്രേഷ്ഠമാക്കുക എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ എത്താനാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്. പണ്ടത്തെ നമ്മുടെ ആചാര്യന്മാരെ എത്തിയിട്ടുണ്ട്. പിന്നെയാണ് ബുദ്ധമതമൊക്കെ അത് ആവിഷ്കരിച്ചത്. പണ്ടത്തെ ആചാര്യന്മാരെ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് ബുദ്ധമത മിഷണറിമാരെ പോലും എല്ലായിടത്തേക്ക് എത്താൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് അങ്ങനത്തെ സംവിധാനങ്ങളില്ല. അതാണ് ധർമ്മപ്രചാര പദ്ധതി. ഓരോ വീടുകളിലും എത്തി അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സന്ദേശം എത്തിക്കുന്ന പദ്ധതിയാണ്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും യോഗത്തിലോ കൺവെൻഷനിലോ ഇരുന്നാൽ താഴെയുള്ള ജനതയുടെ സങ്കടം മനസ്സിലാവില്ല. അവരെ ബാധിക്കുന്ന ബ്രെയിൻ വാഷിംഗ് അറിയില്ല. നമ്മൾ സ്ഥാപനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തുന്ന പദ്ധതിയാണ്. ഭവന സന്ദർശന പദ്ധതി, സേവന പരിപാടികൾ, സത്സംഗ പദ്ധതി, കുറെ 3 തലങ്ങളിലായിട്ടുള്ള വിശദമായ പദ്ധതികളുണ്ട്. ഞാനിപ്പോൾ സമയം കുറച്ച് 1 മണിക്കൂർ എനിക്ക് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. ധർമ്മപ്രചാര പദ്ധതി 1 മാസം ട്രെയിനിങ് തൊട്ട് 3 മാസം ട്രെയിനിങ് ആയിരിക്കും. 1 മാസത്തിലേക്ക് ചുരുക്കിയിട്ട് ആൾക്കാരെ വാർത്തകൾ പരിശീലിപ്പിച്ചേക്കുന്ന പദ്ധതിയാണ് ധർമ്മപ്രചാര പദ്ധതി. അതിന്റെ വിശദബോധങ്ങൾ ഇവിടെയുണ്ട്. വേറെ സ്കോളർഷിപ്പ് പദ്ധതി 15 തലങ്ങളിലായിട്ട് LKG, UKG 1, 2, 3, 4, 5, 6, 7, 8, 9, 10, +1, +2, ഹയർ, ഇങ്ങനെ 15 തലങ്ങളിലായിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്കോളർഷിപ്പ് പദ്ധതി. സാധാരണ ഏതെങ്കിലും സ്കൂളിലെ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിക്കുന്നവർക്കാണ് സ്കോളർഷിപ്പ് പരീക്ഷ ഉള്ളത്. ഇത് LKG മുതൽ +2 വരെയുള്ളവർക്ക് മാത്രമല്ല, അധ്യാപകർക്ക് ചേരാം, വിദ്യാഭ്യാസം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ചേരാം, ജിജ്ഞാസുക്കൾക്ക്, രക്ഷിതാക്കൾക്ക് എല്ലാം ചേരാമെന്ന 120 വയസ്സ് വരെയുള്ളവർക്ക് വരെ എഴുതാൻ പറ്റുന്ന
ജീവിതകാലം വരെ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് സ്കോളർഷിപ്പ് പദ്ധതി. ജ്ഞാനഭാരതി വിദ്യാജ്യോതി സ്കോളർഷിപ്പ് പദ്ധതി. അത് വെറുതെ സാധാരണ സ്കോളർഷിപ്പ് എന്തെങ്കിലും ഒരു കുറേ വിഷയം കൊടുത്തിട്ട് നോളജ് കൊടുത്തിട്ട് അത് ഉത്തരങ്ങൾ പറയാൻ പറയും, ക്വസ്റ്റൻ ആൻസർ രീതി. അങ്ങനെയല്ല, ഇത് വളരെ വിശദമായിട്ട് 3 തലക്കെട്ടുകളിലായിട്ട് 15ഓളം വിഷയങ്ങളിൽ 100-ലേറെ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്തൊരു പദ്ധതിയാണ്. അതിനെക്കുറിച്ചും ഇവിടെ വിശദീകരണങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ കോഴ്സുകൾ ഏറ്റവും ഒന്നാമതായിട്ട് എടുത്തു പറയേണ്ടത് ആശയവിദ്യാ സമാജത്തിന്റെ കോഴ്സിന്റെ കരുത്താണ്. ഇവിടെ എല്ലാവരും വരാൻ കാരണം അതുകൊണ്ടാണ്. ജീവനെ ചോദിച്ചില്ല എന്താണ് ഇതിന്റെ രഹസ്യം ചോദിച്ചില്ല, അവർക്ക് തിരിച്ചു വരുന്ന രഹസ്യം എന്താണ്? കോഴ്സിന്റെ കരുത്താണ് അധ്യാത്മിക ശാസ്ത്ര കോഴ്സ്. അതിനകത്ത് സനാതനധർമ്മമുണ്ട്, ഇതര മതങ്ങളുടെ പഠനങ്ങളുണ്ട്, ദർശനങ്ങളുടെ പഠനങ്ങളുണ്ട്, തർക്കശാസ്ത്ര പഠനങ്ങളുണ്ട്. നമ്മുടെ ഭാരതീയ തർക്കശാസ്ത്രം എത്ര അമൂല്യമാണെന്ന് അറിയാമോ? ഈ തർക്കശാസ്ത്രം ശരിയായിട്ട് പഠിച്ചാൽ തന്നെ എല്ലാ ഐഡിയോളജിക്കലായ പ്രോബ്ലം തീരും. അതെല്ലാം അടങ്ങുന്ന ഒരു കോഴ്സ് രീതിയിലാക്കുക. അതിൽ പരിചയ കോഴ്സ് ഉണ്ട്, അടുത്ത ലെവൽ പ്രബോധിനി, അധ്യാപകർ, പ്രവീൺ, വിദ്വാൻ, ആചാര്യ, ഇങ്ങനെ 6 തലങ്ങളിലായിട്ടാണ് ചിട്ടപ്പെടുന്നത് അധ്യാത്മിക ശാസ്ത്ര കോഴ്സ്. അതിൻ്റെ ഓൺലൈൻ കോഴ്സ് നടത്താൻ പോവുകയാണ്. ഓഫ്ലൈൻ കോഴ്സ് ഉണ്ട്, ഓൺലൈൻ കോഴ്സ് ഉണ്ട്, 5 ദിവസം പരിചയ ശിബിരമുണ്ട്. ഇപ്പൊ LMS പ്ലാറ്റ്ഫോമിലൂടെ പഠിക്കാനുള്ള സംവിധാനം ആവിഷ്കരിക്കുക കറസ്പോണ്ടൻസായി. ഇതാണ് അധ്യാത്മിക ശാസ്ത്രം. സനാതന ധർമ്മത്തിന്റെ പേര് പോലും കേൾക്കാത്തവർ ഉള്ള കാലമാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം മുതൽ പറഞ്ഞു തുടങ്ങുന്ന ആർക്കും മനസ്സിലാവുന്ന ലളിതമായ പച്ച മലയാളം പല ആൾക്കാർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. പലരും വരുമ്പോൾ തന്നെ സംസ്കൃതത്തിന്റെ അതിപ്രസരം കൊണ്ട് എനിക്ക് ചേർന്ന പണിയെല്ലാം പോകും. നമ്മൾ ആശയം മനസ്സിലാക്കുന്ന എപ്പോഴും മാതൃഭാഷയിലാണ്. അപ്പൊ മാതൃഭാഷയിലൂടെ തന്നെ ഈ വിഷയം പഠിക്കാനുള്ള പദ്ധതിയാണ് നമ്മൾ ഒരുക്കുന്നത് അധ്യാത്മിക ശാസ്ത്രം. അതുപോലെ ഭാരതീയ സംസ്കൃതി, ഭാരതത്തിന്റെ വളച്ചൊടിക്കപ്പെടാത്ത സാംസ്കാരിക ചരിത്രം, സ്വാതന്ത്ര്യ സമര ചരിത്രം, നവോത്ഥാന ചരിത്രം എല്ലാം സിലബസാക്കി പഠിപ്പിക്കുന്നു. ആ സിലബസ് പഠിച്ച ആൾക്ക് അയോധ്യയുടെ വിഷയം വന്നാലോ 370 പ്രശ്നം വന്നാലോ നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കും. ഇതിന്റെ താല്പര്യം എന്താണ്, ഇങ്ങനെ ഉണ്ടായി, എല്ലാ കാര്യങ്ങളും വിശദമായി സിലബസിൽ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഭാരതീയ സംസ്കൃതി കോഴ്സുകൾ. അതുപോലെ യോഗവിദ്യ, ഇപ്പോൾ ഭാരതീയ സംസ്കൃതി, യോഗവിദ്യ, ആധ്യാത്മിക ശാസ്ത്രം കോഴ്സ്, സ്റ്റുഡൻസ് എക്സലൻസ് പ്രോഗ്രാം കോഴ്സ്, സംഘടനാ ശാസ്ത്രം കോഴ്സ്, വ്യായാമി വിജ്ഞാന കോഴ്സ്, ഇങ്ങനെ നിരവധി കോഴ്സുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്ന പ്രശിക്ഷണ പദ്ധതിയും ആശയവിദ്യാ സമാജത്തിനുണ്ട്. എല്ലാവരും ആശയവിദ്യാ സമാജത്തെ പറ്റി പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് ഇത് കുറേ ആൾക്കാരെ മതം മാറിയവരെ തിരികെ കൊണ്ടുവരുന്ന സംഘടന എന്നാണ്. അഭിമാനത്തോടെ നമ്മൾ ഏറ്റെടുക്കുന്നു, ശരിയാണ്. പക്ഷെ മതം മാറ്റം മാത്രമല്ല, ഈ 6 തരത്തിലുള്ള ബ്രെയിൻ വാഷിങ്ങുകളും എതിരെ നമ്മൾ കൊടുക്കുന്നു. കമ്മ്യൂണിസം തലക്ക് കയറി അമ്പലങ്ങളെല്ലാം തകർത്ത് അവിടെ വാട വയ്ക്കണമെന്ന് പറഞ്ഞ അത്ര ഭീകരമായ അവസ്ഥയിലെത്തിയ ഒരാളാണ് അദ്ദേഹം. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്ന് ലൗകികാതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ സംഘപരിവാരങ്ങളുടെ സംഘികളുടെ ചില പ്രചരണ അജണ്ടയാണെന്നാണ് പറഞ്ഞത്. അത് 2016 സുധി 2016 നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വന്നു നേരിട്ട് കാണുകയാണ് തോന്നുന്നത്. അദ്ദേഹമാണ് നമുക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ സെന്റർ പണിയാനുള്ള അതിനാകെ ഉണ്ടായിരുന്ന 33 സെന്റ് നൽകിയത്. ഈ കമ്മ്യൂണിസ്റ്റുകാരനിൽ, ഈ നിരീശ്വരവാദിയിൽ ഈ കോഴ്സ് വരുത്തിയ മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കും. ക്രിസ്ത്യാനികളായിട്ട് പോകുന്നവരെ, മുസ്ലിങ്ങളായി പോകുന്നവരെ മാത്രമല്ല, രാഷ്ട്രവിരുദ്ധ മാനവിരുദ്ധ ചിന്താഗതിയിലേക്ക് പോകുന്ന 6 തരം ബ്രെയിൻ വാഷിൽപ്പെട്ട ആൾക്കാരെയും തിരിച്ചു കൊണ്ടുവരിക മാത്രമല്ല മുന്നണി പടയാളികളാക്കിയ ഒരു പ്രത്യക്ഷ സാക്ഷ്യമാണ് ചൂണ്ടിക്കാട്ടാനുള്ളത്. നിങ്ങളുടെ മുമ്പിലുള്ളവരൊക്കെ വെറുതെ അവിടെ ഇവിടെ നടന്ന കാര്യങ്ങളല്ല പറയും, പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങളോ ഭാവി നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല, വർത്തമാന കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്പിരിച്വൽ കൗൺസിലിംഗ്, നമ്മുടെ വിവിധ കോഴ്സുകൾ, നമ്മൾ ആരംഭിക്കാൻ പോകുന്ന സുദർശന പദ്ധതി, സ്കോളർഷിപ്പ് പദ്ധതി, ധർമ്മപ്രചാര പദ്ധതി, അതുപോലെ നമ്മൾ അവിടെ സ്ഥാപിക്കാൻ പോകുന്ന വലിയൊരു ഗവേഷണ സ്ഥാപനം വിജ്ഞാന ഭാരതി ഇന്റർനാഷണൽ റിസർച്ച് സ്റ്റഡി റിസർച്ച് കേന്ദ്രം ഇസ്രഫ് എന്ന് പറയും. അവിടെയാണ് അദ്ദേഹം തന്ന മുരളിച്ചേട്ടൻ പറഞ്ഞ ആൾ തന്ന 33 സെന്റ് സ്ഥലം 5 സെന്റ് വാങ്ങിയെങ്കിൽ 38 സെന്റ് സ്ഥലത്ത് നമ്മൾ അവിടെ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്.
ഫസ്റ്റ് തിങ്സ് ഷുഡ് കം ഫസ്റ്റ് എന്ന് പറയും. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. തിരുവിതാംകൂറിൽ എന്തുകൊണ്ടാണ് ക്രിസ്തുമതം ഇത്രയേറെ, കോട്ടയം അടങ്ങുന്ന സ്ഥലമാണ് പഴയ തിരുവിതാംകൂർ, എത്രത്തോളം ശക്തി പ്രാപിച്ചതെന്നറിയാം. തിരുവിതാംകൂർ രാജാവ് അദ്ദേഹത്തിന് കാർ സമ്മാനമായി കിട്ടി. ഈ കാറിലാണ് അദ്ദേഹം ശ്രീപത്മനാഭനെ തൊടാൻ പോയിരുന്നത്. ശ്രീപത്മനാഭ സ്വാമിയെ തൊടാൻ പോയ ഈ കാർ ഒരു ദിവസം റോഡ് നിയമമൊന്നും അറിയില്ലല്ലോ, അറിയാതെ നിന്ന് ഒരാളെ തട്ടി അയാൾ മരിച്ചു. ഈ രാജാവിന് വലിയ ദുഃഖമായി. ഇന്ന് എത്ര പേര് ഇടിച്ചിട്ടാലും മന്ത്രിമാർക്ക് ദുഃഖമില്ല, പക്ഷെ രാജാവിന് ദുഃഖമായി. രാജാവ് അന്ന് ആകെ ആശ്രയം പ്രശ്നക്കാരാണ്. ഒരു പ്രശ്നക്കാരനായ ഒരു ജ്യോതിഷിയെ വിളിച്ചു. ചില പ്രശ്നക്കാർ തന്നെയാണ് നമുക്കറിയാം. ഈ ജ്യോതിഷി പ്രശ്നം വെച്ചിട്ടുള്ളത് ഈ കാർ ദുശകുലം പിടിച്ച കാറാണ്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും മഹാത്മാവിന് ദാനം ചെയ്യണം. നിൽക്കാൻ പോലും പാടില്ല. ഈ ദുശകുലം പിടിച്ച കാർ മഹാത്മാവിന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നറിയില്ല. അദ്ദേഹത്തിന് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചോ നമുക്കറിയില്ല. ഇങ്ങനെ രാജാവിനോട് അന്ന് ഈശ്വരമ്മ നേരിട്ട് പറഞ്ഞാൽ ജ്യോതിഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പയില്ല. ഈ ജ്യോതിഷന്മാരൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് ആളെ കയറ്റാതിരിക്കുന്നത് ഭഗവാൻ ഇഷ്ടമില്ല. ജനസംഖ്യയിൽ പകുതിയിലേറെ വരുന്നവരെ വഴിയിൽ പോലും കയറ്റാതെ ക്രിസ്തുമതത്തിലേക്ക് വിശ്രാമത്തിലേക്ക് തള്ളിവിടുന്നത് ഈശ്വര ഇഷ്ടമില്ല എന്ന് ഈ പ്രശ്നക്കാർ പറഞ്ഞെങ്കിൽ, നല്ല ഉപദേശിരുന്നെങ്കിൽ നമ്മുടെ ജനതയ്ക്ക് ഈ ഗതി വരില്ല. കുളത്തിൽ പോയ കുട്ടിയെ കൈക്ക് പിടിച്ച് കയറ്റി പാണീഗ്രഹണമെന്ന പേരിൽ അറയ്ക്കൽ സിംഹാസനം തന്നെ അറയ്ക്കൽ രാജൻ ഉണ്ടാക്കി കൊടുത്താണ് കോലത്തിൽ രാജവംശം. കോലത്തിൽ രാജാവിനെ ഈ പ്രശ്നക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. എന്നിട്ട് അതേ രാജവംശം, അറയ്ക്കൽ രാജവംശം ഹൈദരാലിയായി ചേർന്നിട്ട് ചിറക്കൽ കൊട്ടാരം തന്നെ കൊള്ളത്തോണ്ടി ഇത് പ്രശ്നക്കാരൻ ചൂണ്ടിക്കാട്ടി കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഗതികൾ ഉണ്ടാവില്ല. ഒരു പ്രശ്നത്തിന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഈ രാജാവ് എന്തെന്നറിയാമോ? ഈ കാർ ദാനം ചെയ്യാൻ നിശ്ചയിച്ചു. ദാനം ചെയ്യാൻ അന്ന് ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് രാജാവെന്ന് മനസ്സിലായി കാണുന്ന പേര് പറയുന്നത്. അദ്ദേഹത്തിന് കുഴപ്പമല്ല, അദ്ദേഹം ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇരയായിരുന്നു, മാമൂൽ വാദത്തിന് ഇരയായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന് കൊടുത്തില്ല. ചട്ടമ്പിസ്വാമി ജീവിച്ചിരിക്കുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് കൊടുത്തില്ല. അദ്ദേഹം കൊടുത്ത് ആർക്കാന്നറിയാം? ശ്രീപത്മനാഭനെ കിടക്കുന്ന സാത്താൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന വിദേശ പാതിരിയായ ഫാദർ ബെൽസിജറിനാണ് ഇത് കൊടുക്കുന്നത്. കൊല്ലം കേന്ദ്രമാക്കി മതപരിവർത്തനം ചെയ്തുകൊണ്ടിരുന്ന വിദ്വാനാണ് അദ്ദേഹം. ജനങ്ങളോട്, ഹിന്ദുക്കളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഹിന്ദുക്കൾക്ക് ധാരാളം സാത്താന്മാരുണ്ട്, ദേവന്മാരായി. ഒന്ന് കിടക്കുന്ന സാത്താൻ പത്മനാഭൻ, ഇരിക്കുന്ന സാത്താൻ, നിൽക്കുന്ന സാത്താൻ, പിന്നെ കുറെ ചോര കുടിക്കുന്ന സാത്താൻ, ഇരിക്കുന്ന സാത്താനിന് സ്ത്രീലിംഗമുള്ള പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിഷ്കളങ്കരായ നമ്മുടെ ജനതയെ മതം മാറ്റിക്കൊണ്ടിരുന്ന വിദ്വാനാണ് ഫാദർ ബെൽസിജർ. ഫാദർ ബെൽസിജറിനാണ് ഈ കാർ ദാനം ചെയ്തത്. ഇത് ഏറ്റുവാങ്ങാൻ ഒട്ടും വഴി ഉണ്ടായില്ല അദ്ദേഹത്തിന്. പക്ഷെ ഒറ്റ നിബന്ധന വെച്ചു രാജാവിനോട്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനായിട്ട് അനുവദിക്കണം. രാജാവ് പറഞ്ഞു, ഞാൻ ദാനം ചെയ്യുകയല്ലേ, ഇതന്നമ, അതൊക്കെ ഓർമ്മയുണ്ട്, ഇതന്നമ, ഒന്ന് ദാനം ചെയ്തവരെ ചോദിക്കാൻ പാടില്ല, എൻ്റെ അല്ല, അത് നിങ്ങളുടെയാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ ഈ വ്യവസ്ഥയോടുകൂടി ഫാദർ ബെൽസിജർ ഈ കാർ സ്വീകരിച്ചു. പിന്നെ എന്ത് ചെയ്തെന്ന് അറിയാമോ? അദ്ദേഹം ഒരു കത്തെഴുതി. ആ കത്തിൽ ശ്രീപത്മനാഭനെ അധിക്ഷേപിച്ചില്ല. നമ്മുടെ മുന്ന് ദേശത്തിന്റെ ദേവനായ ശ്രീപത്മനാഭനെ തൊഴാൻ പോയ കാറാണ്, ആദ്യത്തെ കാറാണ്. പൊന്നു തമ്പുരാൻ ഉപയോഗിച്ചിരുന്ന കാറാണ്, തിരുവിതാംകൂർ ആദ്യത്തെ കാറാണ്. ഈ കാർ ലേലത്തിൽ നിൽക്കാൻ പോകുന്നു. ഈ അഭിമാനകരമായ ഈ കാർ, പുസ്തകനെ പിടിച്ച കാറെന്ന് പറഞ്ഞ് ജ്യോതിഷ പറഞ്ഞ കാറാണ്.
അഭിമാനകരമായി കാർ വാങ്ങാനായിട്ട് നിങ്ങൾക്കെല്ലാം ലേലം ചെയ്ത് വാങ്ങാനായിട്ട് നിങ്ങൾക്കെല്ലാം സ്വാഗതം. നിങ്ങൾ അഭിമാനത്തിന്റെ പ്രതീകമായി എനിക്ക് കാർ എന്ന് പറയാം. കത്തെഴുതി, ഇന്ന് വാട്സാപ്പും ഇമെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരെ പ്രധാനപ്പെട്ട പ്രമുഖന്മാരുടെ വലിയ പണമുള്ള നാട്യന്മാരുണ്ട്, ഇന്നത്തെ വ്യവസായികൾ, അവരുടെ ഇതിലേക്ക് കത്ത് കൊടുത്തയച്ചു. ഹിന്ദുക്കളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ടായിരുന്നു. അവരെ ഒന്ന് ലേലത്തിൽ പങ്കെടുത്തു. കൂട്ടിക്കൊടു ഉയർന്നു പോയപ്പോൾ സന്തോഷമായി. ഇല്ല, ബിസിനസ്സുകാരൻ കൂടിയാണ്. ഏതായാലും കൂടിയ വില, അന്നത്തെ ഏറ്റവും കൂടിയ വിലയ്ക്ക് ഈ കാർ ലേലം ചെയ്ത് കിട്ടി. ഇത് ശ്രദ്ധിക്കണം, ഈ പൈസ കൊണ്ട് എന്താണ് ഫാദർ ബെൻസ്കർ ചെയ്തതെന്ന് ഇന്നും നമ്മുടെ ഹിന്ദു ജനത മനസ്സിലാക്കുന്നില്ല. ഇയാൾ വേണ്ടത് ചെയ്തു, അവരുടെ മതത്തിന് എന്താണോ വേണ്ടത് അതാണ് അയാൾ ആദ്യം ചെയ്തത്. ഈ കാർ കൊണ്ട് അദ്ദേഹം സ്വർണ്ണ ഗോപുരങ്ങളോ താഴെക്കുടങ്ങളോ കൊടിമരങ്ങളോ അല്ല നിർമ്മിച്ചത്. ആനയെ നടക്കിയില്ല. അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൈസ കൊണ്ട്, വലിയ പൈസയാണ്, ഏറ്റവും വലിയ പൈസ കൊണ്ട് കൊല്ലം ജില്ലയിൽ വാലുവയൽ എന്ന സ്ഥലത്ത് നമ്മുടെ ജനതയെ മതം മാറ്റാൻ പറ്റിയ മിഷണറി പ്രവർത്തകരെ വാർത്തെടുത്ത് പരിശീലിപ്പിച്ചയക്കുന്ന സെന്റ് തെരേസാസ് മിഷണറി പരിശീലന കേന്ദ്രം ആരംഭിച്ചു. അവിടെ ഷോർട്ട് ടൈം കോഴ്സുകളും ലോങ് ടൈം കോഴ്സുകളും ഏർപ്പെടുത്തി. ലോങ് ടൈം കോഴ്സുകൾ പള്ളിയിൽ അച്ഛന്മാരാകാൻ, കന്യാസ്ത്രീകളാകാൻ പരിശീലിക്കുന്നവർക്കുള്ളതാണ്. ഷോർട്ട് ടൈം കോഴ്സുകൾ ഇവരിടയിലേക്ക് പോയി പ്രവർത്തിച്ച് ഇവരെ, നമ്മുടെ ജനതയെ ക്രിസ്തുമതത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ മിഷണറി പ്രവർത്തകരെ വാർത്തെടുക്കാൻ വേണ്ടിയാണ്. അവർക്ക് സ്റ്റൈഫൻഡും ശമ്പളവും ഏർപ്പെടുത്തി പൈസ കൊടുത്തു. അങ്ങനെ പഠിപ്പിച്ച് നമ്മുടെ ജനതയിലേക്ക് ഇറക്കി വിട്ടു. ഇപ്പൊ പഴയ മുദ്രാവാക്യം വീണ്ടും ഏതാണ്? കിടക്കുന്ന സാത്താൻ, നിൽക്കുന്ന സാത്താൻ, ഇരിക്കുന്ന സാത്താൻ ഒക്കെ പറയാൻ പറ്റും. ഏത് പൈസവും കിടക്കുന്ന സാത്താൻ എന്നിവർ വിളിക്കുന്ന ആളുടെ പൈസയാണ്. കാരണം തിരുവിതാംകൂർ രാജവംശം മുഴുവനും സർവസ്വവും തൃപ്പടിദാനം വഴി ശ്രീപത്മനാഭൻ സമർപ്പിച്ചതാണ്. ഇവരിപ്പോ ആക്ഷേപിക്കുന്ന അദ്ദേഹത്തിന്റെ കുലദൈവമായിട്ട് കാണുന്ന രാജവംശം കൊടുത്ത കാറാണെന്ന് പോലും മറന്നു. അത് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട. അങ്ങനെയാണ് പ്രവർത്തിച്ചത്. നമ്മുടെ ആൾക്കാരുടെ അവസ്ഥ എങ്ങനെ? ഒന്നാമത്തെ വൈമാഷി കുടുങ്ങിയവരാണ്. അവക്കോട്ടെ പ്രശ്നവാദക്കാരാണ്. ആൾക്കാരെ തള്ളിവിട്ട അത്ര സന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കൂടിയായിരുന്നു നമ്മുടെ ആൾക്കാർ. അവർക്ക് എളുപ്പമായി. അങ്ങനെ അദ്ദേഹം സ്ഥാനമൊഴിയുന്ന 1930 അദ്ദേഹം സ്ഥാനമൊഴിയുന്ന ഫാദർ ബെൻസ്കർ. ഇന്ന് കൊല്ലവും തിരുവനന്തപുരവും കന്യാകുമാരി, ഒന്ന് കന്യാകുമാരിയൊക്കെ തിരുവിതാംകൂർ ഭാഗമാണ്. ഇപ്പൊ കന്യാകുമാരി ഏകദേശം ക്രൈസ്തവ ഭൂരിപക്ഷമായി കഴിഞ്ഞു. കോട്ടയവും ചങ്ങനാശ്ശേരിയൊക്കെ അടങ്ങുന്ന അന്നത്തെ തിരുവിതാംകൂറിലെ പുതിയതായിട്ട് മതം മാറിയവരുടെ എണ്ണം ഏകദേശം 1,00,000-ത്തിനടുത്താണ്. 1930 വരെയുള്ള കാലഘട്ടത്തിൽ ഫാദർ ബെൻസ്കറുടെ ഈ ആസൂത്രിതമായ മിഷണറി പദ്ധതി കൊണ്ട് 1,00,000-ഓളം ഹിന്ദുക്കളെ മതം മാറ്റി അക്കാലം എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ചു. ഇതുപോലെ പ്രസംഗങ്ങളോ പുസ്തകങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. നടന്ന് പ്രവർത്തിച്ചുണ്ടായതാണ്, കഷ്ടപ്പെട്ടിട്ടുണ്ടായതാണ്. ഇപ്പോൾ എത്ര ആയി കാണുന്ന ആലോചിക്കുക. 1930 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 24 ഇനി 6 വർഷം കൂടി ആകുമ്പോൾ നൂറ്റാണ്ടായി. അവരിപ്പോൾ അന്ന് മതം മാറിയ നമ്മുടെ സഹോദരന്മാർ ഇപ്പോൾ എത്രയായി കാണുമെന്ന് ആലോചിക്കും. നമ്മൾ ഇനിയെങ്കിലും ഉണരണം. 31 ലക്ഷം ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഭാരതത്തിൽ പ്രവർത്തിക്കുന്നത്. 31 ലക്ഷം. കേരളത്തിൽ കത്തോലിക്ക സഭയ്ക്ക് മാത്രം 30,000 പേരാണ് കുട്ടിയന്മാർക്കന്മാർ. കന്യാസ്ത്രീകളും പള്ളിയച്ചന്മാരൊക്കെ, സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെ. മുസ്ലിങ്ങളുടെ എണ്ണം അറിയില്ല. ഇതിനേക്കാൾ കൂടുതലാകാനാണ് സാധ്യത കേരളത്തിൽ. ഇവരോടാണ് നമ്മൾ നേടുന്നത്. നമ്മുടെ കുട്ടികൾ നാളെ നമ്മുടെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, നാളെ സനാതന ധർമ്മം ഉച്ചരിക്കാൻ പോലും പറ്റുന്ന ആൾക്കാർ ഉണ്ടാകണമെങ്കിൽ നമ്മൾ രീതിയിലും വരണം. നല്ല അനുകൂല സാഹചര്യങ്ങളാണ്. അതിനെ നമ്മൾ നല്ലവണ്ണം ഉപയോഗിക്കാൻ കഴിയണം. അപ്പോൾ നമ്മളൊരു അഭിമാനകരമായ കേന്ദ്രഭരണം ഇന്നലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയായി. മധുരാകാശിയും കൂടി ആയാലേ പൂർത്തിയാവും.
അതിലേക്കൊക്കെ വഴി തുറന്നുകൊണ്ടിരിക്കുകയാണ്. കാശ്മീരിൽ 300 രൂപ നീ ആരും വിചാരിച്ചില്ല നീക്കാൻ പറ്റുമെന്ന് നീക്കി. അയോധ്യ ക്ഷേത്രം പണിയൊന്നും ആർക്കും വിചാരിക്കാൻ പറ്റിയിരുന്നില്ല. ഈ മതേതര ഭരണത്തിന് കീഴിൽ അത് സാധ്യമായി. നീ സിവിൽ കോഡ് വരാൻ പോകുന്നു. അങ്ങനെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ധാരാളം നല്ല മാറ്റം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഭരണാധികാരിക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. താഴെ തരുന്നത് നമ്മളാണ് ചെയ്യുന്നത്. ഗുജറാത്തിൽ തന്നെ ധാരാളം കൺവെർഷൻസ് അടിത്തട്ട് നടക്കുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ട്, കർണാടകത്തിലുണ്ട്. അത് മോദിക്കോ അല്ലെങ്കിൽ BJP ഭരണകൂടത്തിനോ തടയാൻ പറ്റുള്ളൂ. അതാരാണ് ചെയ്യുന്നത്? നമ്മളാണ് ചെയ്യുന്നത്. ഭരണാധികാരിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്വാഭിമാനികളായ ഹിന്ദുക്കൾക്ക് ഭരണകൂടത്തെ ആശ്രയിക്കാതെ ചെയ്യാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. അതും അവരെ ലഭിക്കരുത്. അത് നമുക്ക് ചെയ്യാൻ അതിന് ഉള്ള പദ്ധതിയാണ് ധർമ്മപ്രചാര പദ്ധതി. നാഷണൽ വിദ്യാസമാജം നമ്മളെന്ന രീതിയിലല്ല, നമ്മളെല്ലാവരെയും ഒരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സന്ദർഭം നന്ദിയോടെ ഓർക്കുന്നു. നമ്മളല്ല, നമ്മുടെ കൂട്ടത്തിൽ എന്നും നമ്മളെല്ലാവരും ഒരുമിച്ച് നീണ്ടവരാണ്. ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയാൽ അസാധ്യമായി ഒന്നുമില്ല എന്നുള്ളതാണ് ചരിത്രം. നമ്മുടെ അനുഭവം അങ്ങനെ തന്നെയാണ്. നമ്മുടെ സദ്ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ സംശയ നിവാരണത്തിന് കൂടി സമയം തന്നിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സ്വാഗതം. പറഞ്ഞിട്ടുള്ള എൻ്റെ പേര് രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പദ്ധതി എൻ്റെ ശബ്ദം കേൾക്കാം. ഈ വിവേകാനന്ദ ട്രസ്റ്റും അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്ഥാപനങ്ങളും അതിൻ്റെ ട്രസ്റ്റ് അംഗങ്ങളും വ്യാസ വിദ്യാനികേതൻ പോലെയുള്ള ജഗദ്ഗുരു ട്രസ്റ്റിൻ്റെ ഒക്കെ മേധാവികളാണ് ഇരിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഓരോരുത്തരും ഓരോ പ്രസ്ഥാനത്തിൻ്റെയും രാഷ്ട്രീയ സ്വയം സേവക അടക്കമാണ്. അപ്പോൾ അതിനതിൻ്റേതായിട്ടുള്ള മേഖലകളുണ്ടാവും. പക്ഷെ അത് വിട്ടിട്ടും 24 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സമയം പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ഉള്ളൊഴിച്ചു നിർത്തിയാൽ ബാക്കി ഇനിയും സമയമുള്ള 1 മണിക്കൂർ 2 മണിക്കൂർ പോലെ ധനപൂർവകമായി കാര്യങ്ങൾ ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള ബിസിനസ്സുകാരടക്കമുള്ള ആൾക്കാരെ വരും. വിവേകാനന്ദ ട്രസ്റ്റ്, ജഗദ്ഗുരു ട്രസ്റ്റ്, അതുപോലെ മറ്റ് ട്രസ്റ്റുകൾ, പാമ്പമ്മേക്കാട്ട പോലുള്ള സ്വാമിമാരടക്കം ഇരിക്കുന്ന വേദിയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? വളരെ പ്രായോഗികമായ ക്രിയാത്മകമായ ചോദ്യമാണ്. അസംഖ്യ സമാജത്തിന് ഈ പദ്ധതികളെല്ലാം സ്ഥാപനം എന്നത് വിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംരംഭമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 2 തരം പ്രവർത്തനങ്ങളുണ്ട്. ഒന്നൊരു ഫുൾ ടൈം പ്രവർത്തനം, അത് പലപ്പോഴും സാധിക്കില്ല, പലർക്കും അറിയാം. രണ്ടാമത് പാർട്ട് ടൈം പ്രവർത്തനം. രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ 1-2 മണിക്കൂർ ഒരു ദിവസം മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഫുൾ ടൈം പ്രവർത്തനത്തിലാണ് ആൾക്കാർ വരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മുടെ 10-20-25 ഫുൾ ടൈം പ്രവർത്തകർ പണ്ട് മുതലുള്ളവരുണ്ട്. അവരുടെ ത്യാഗം കൊണ്ടാണ് ഇത്രയേറെ കാര്യങ്ങളെല്ലാം ഉണ്ടായത്. രാവും പകലും ഉറക്കളച്ച് കഷ്ടപ്പെട്ടതുകൊണ്ടൊക്കെയാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ പറ്റിയത്. പക്ഷെ അതിലേക്ക് ധാരാളം ഫുൾ ടൈം പ്രവർത്തകർ ആവശ്യമുണ്ട്. ഫുൾ ടൈം പ്രവർത്തകരാകാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരാളെ സ്പോൺസർ ചെയ്യാനെങ്കിലും നമ്മൾ തയ്യാറാവണം. ഇപ്പൊ നമ്മുടെയുള്ള ആൾക്കാരെല്ലാം ഒന്നും അതൊന്നും പ്രതീക്ഷിക്കാതെ വരുന്നവരാണ്. പക്ഷേ ഇതിനുവേണ്ടി ഫുൾ ടൈം പ്രവർത്തകരാകാൻ താല്പര്യമുള്ള പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങളുടെ വീട് എന്ത് ചെയ്യും? അച്ഛനും അമ്മയും എന്ത് ചെയ്യും? ഭാര്യയുള്ളവരുണ്ട്, മക്കളുള്ളവരുണ്ട്, അവരുടെ കാര്യം എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് അതിനുള്ള ഒരു പ്രായോഗിക നിർദ്ദേശം നമ്മൾ ചിന്തിച്ചത് ഇവർക്ക് പ്രതിമാസം ശമ്പളം എന്ന് പറയണ്ട, ദക്ഷിണ, ജീവിക്കാനാവശ്യമായ ദക്ഷിണ എന്നോ ഓണറേറിയം എന്നോ എന്ത് പേര് വിളിച്ചാലും വേണ്ടില്ല, അത് നൽകാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയിൽ ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവരാതെ ഒരാളെ ഇപ്പോൾ കിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു ചോദ്യത്തിന് ചോദ്യം സത്യമാണ്. ആശുപത്രിയിൽ ചെന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വ്യാപാര സ്ഥാപനത്തിൽ ചെന്നാൽ അരി കിട്ടൂ, സ്കൂളിൽ അവർ നമ്മളെ ചെറുപ്പിക്കാൻ കിട്ടൂ, എക്സൈസിൽ നിന്ന് തുണി കിട്ടുമോ? ഇല്ല.
അപ്പൊ ശമ്പളം പോലെ, ശമ്പളം എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് ഒരു ചിന്താഗതി ഉള്ളത് ഇങ്ങനെ വരുന്നവർക്കൊന്നും ശമ്പളം കൊടുക്കാൻ പാടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പൂജാരിക്ക് കൊടുക്കുന്നുണ്ട്, ക്ഷേത്രത്തിന് സംഭാവന ചെയ്യുന്നുണ്ട്, ജ്യോതിഷിക്ക് കൊടുക്കുന്നുണ്ട്, ധർമ്മപ്രചാരകരായി വരുന്നുണ്ട്. അവർ ജീവിക്കാൻ ആവശ്യമായ തുക കൊടുക്കുന്നത് ഏറ്റവും വലിയ പ്രവർത്തനമാണ്, ഏറ്റവും വലിയ സേവന പ്രവർത്തനം കൂടിയാണ്. നമ്മൾ സാധാരണ ഓരോരുത്തരേക്ക് നമ്മളിപ്പോൾ ലോകത്തിന്റെ അവസ്ഥയൊക്കെ വരുന്നവരുടെ ചിത്രങ്ങൾ ഒരു പൈസ കൊടുക്കുന്നില്ലേ? ഇത് നമ്മൾ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി നടന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ സഹായത്തിന് വേണ്ടി ആൾക്കാരൊക്കെ സമാഹരിച്ച് അവരെ സേവനം ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ് ഇത്. എഡ്യൂക്കേഷൻ സർവീസ് കോർഡിനേറ്റർമാരാണ് ധർമ്മപ്രചാരകരോടൊപ്പം. ഏറ്റവും വലിയ സേവനമാണ്, ഏറ്റവും വലിയ ആധ്യാത്മിക ദാനമാണ്. അതിനുവേണ്ടി ഒട്ടേറെ പ്രവർത്തകരാകാൻ വരുന്നവർക്ക് അവരെ സ്പോൺസർ ചെയ്യാൻ കഴിയണം. നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒരു ട്രെയിനിങ് കാലയളവുണ്ട്. ഇന്നത്തെ 3 മാസമായിട്ട് സ്റ്റൈപ്പൻഡ് ആയോടുകൂടിയാണ് നമ്മുടെ കയ്യിലെടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 മാസം സ്റ്റൈപ്പൻഡ് ഇല്ലാതെ 1 മാസത്തെ ട്രെയിനിങ് ആണ് ഇപ്പോൾ ഏർപ്പെടുത്താൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ അത് വിജയിക്കുന്ന ആ പറഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിലും പരീക്ഷകളിലും എല്ലാം വിജയിച്ച് നമ്മൾ പറയുന്ന ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് ബോധ്യം വന്നവരെ മാത്രമാണ് ധർമ്മപ്രചാരകരായി എടുക്കുക. അങ്ങനെ വരുന്നവർക്ക് അവരുടെ ഭക്ഷണം, താമസം, ജോലി സംബന്ധമായ യാത്രകൾ ഉൾപ്പെടെ 20,000 രൂപയെങ്കിലും കൊടുക്കാൻ കഴിയണം. ഭക്ഷണം, താമസം, ജോലി സംബന്ധമായ യാത്രകൾ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അത് കുറവാണെന്ന് എനിക്കറിയാം. പക്ഷെ അതെങ്കിലും കൊടുക്കാൻ നമുക്ക് ഇവരുടെ കുടുംബ പട്ടിണി കിടക്കാൻ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാൻ സാധിച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാർ ഈ പ്രവർത്തനം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങളാണ് അവരെ പിന്തിരിപ്പിക്കുന്നത്. നിങ്ങളുടെ വീട് എന്ത് ചെയ്യുന്നത്? അത് 20,000 രൂപയെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റും, മാസ ശമ്പളമായി കൊടുക്കാൻ പറ്റുന്ന സ്കീം നമ്മൾ ഉണ്ടാക്കിയാൽ ഇത് ഈ ഒട്ടേ പ്രവർത്തകരുടെ കാര്യം നമുക്ക് ശരിയാക്കാൻ പറ്റും. അവരുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യം നമ്മൾ ഈ പറഞ്ഞ വീടുകൾ കയറുക. അത് മാത്രമല്ല, പല സമിതികൾ ഉണ്ടാക്കുക, സത്സംഗങ്ങളൊക്കെ, ക്ലാസ് നയിക്കുക, ഡിബേറ്റ് നയിക്കുക, കൗൺസിലിംഗ് എഴുതുക, പുസ്തകം രചിക്കുക, IT മിഷൻ പ്രവർത്തനം, അങ്ങനെ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അതിനൊക്കെ വ്യക്തമായി നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം അദ്ദേഹം രാധാകൃഷ്ണൻ ചോദിച്ചത് വളരെ നല്ല കാര്യമാണ്. എനിക്ക് പറയാൻ സാധിച്ചു, ഞാൻ വിട്ടുപോയിരുന്നു, നന്ദി പറയാൻ പറ്റില്ല. അത് സ്പോൺസർ ചെയ്യും. 1 വർഷത്തേക്ക് ഉദാഹരണത്തിന് ഒരാൾക്ക് പൈസ ഉള്ള ആളാണ്, ഒരാളെ സ്പോൺസർ ചെയ്യാം. 1 വർഷത്തേക്ക് 20,000 രൂപ എല്ലാ മാസവും 1 വർഷത്തേക്ക് അയക്കാം. കാരണം ഒന്നാഴ്ച നാളെ മുടങ്ങരുത്. കാരണം ഇവരെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആളെ കൊണ്ടുവരികയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയാവാം. 1 വർഷത്തേക്ക് ഞാൻ പറയുന്നത് ഒന്നറിയാമോ, ഈ ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്ന ആൾ ഒരു സ്പോൺസർ മാത്രമായിരിക്കില്ല, ഈ പദ്ധതിയുടെ രക്ഷാധികാരിയാണ്. അശവിദ്യാസമാജത്തിന്റെ സനാതന ധർമ്മ പരിശീലന പദ്ധതിയുടെ രക്ഷാധികാരിയായിരിക്കുന്നത്. ഓരോ ആഴ്ചയിലെയും ഇവരുടെ പ്രവർത്തനങ്ങൾ ഫോട്ടോ സഹിതം അവർക്ക് അയച്ചു കൊടുക്കും. എന്തൊക്കെ ചെയ്യുന്നു, എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവുന്നു, എല്ലാ മൈൽസ്റ്റോൺസും ഓരോ മാസം ഇവർക്ക് അയച്ചു കൊടുക്കും. ഇവരുടെ ഈ കാര്യത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഗോൾബീറ്റ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവരെ പങ്കെടുക്കും. അത്ര സുതാര്യമായിട്ടായിരിക്കും ചെയ്യുക. 20,000 രൂപ ഇല്ലാത്ത ഒരാളാണെങ്കിലോ 10,000 രൂപ 2 പേരുണ്ടെങ്കിൽ ഒരാളെ സ്പോൺസർ ചെയ്യാൻ പറ്റും. 5,000 രൂപ നൽകുന്ന 4 പേരെ കണ്ടെത്തിയാൽ ഒരാളെ സ്പോൺസറിങ് ആയി. 1,000 രൂപ തരുന്ന 20 പേരെ 1 വർഷത്തേക്കാണ്. വർഷം 15,000 രൂപ കിട്ടും. അങ്ങനെ 1,000 രൂപ തരുന്ന 20 പേരുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ സ്പോൺസർ ചെയ്യാൻ പാടില്ല. അതുപോലെ ഈ നിർണായകമായ ഈ മേഖലയിൽ നമ്മൾ സത്ത പതിപ്പിച്ചില്ലെങ്കിൽ നമ്മളിന് എന്താണ് സത്ത പതിപ്പിക്കാൻ പോകുന്നത്? അപ്പൊ ആ ഒരു കാര്യം, ഒരു ദിവസം 10 രൂപ മാറ്റാൻ കഴിവുള്ളവർ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടാവും. മാസം 300 രൂപ അല്ലേ? 300 പേര് 300 രൂപ ഒരു മാസം വെച്ചയക്കുന്ന അതുപോലുള്ള കുറച്ച് പേരെ കണ്ടെത്തിപ്പോലെ 60 പേര് കണ്ടെത്തുന്നു. അങ്ങനെ നമുക്ക് സാധിക്കും. അപ്പൊ അതിനൊരു മുൻകൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് 1 വർഷത്തേക്ക് ഒരു മാസം സംഭാവന ധർമ്മപ്രചാരക പദ്ധതിയുടെ ഭാഗമാക്കുക എന്ന് പറഞ്ഞു. 1 വർഷമെങ്കിലും ചുരുക്കം കൃത്യമായി കിടക്കണം. നമ്മൾ നമ്മുടെ ബാങ്കിൽ നിർദ്ദേശം കൊടുത്താൽ മതി. എല്ലാ മാസവും കൃത്യമായിട്ട് ഈ സ്കീമിലേക്ക് വേറെ അക്കൗണ്ടാണ്, അതിലേക്ക് സ്റ്റാൻഡിങ് സെഷൻ കൊടുത്താൽ മതി. നമ്മളിപ്പോൾ 1 വർഷത്തേക്ക്. എന്നിട്ടും ഇത് കഴിഞ്ഞ് ഈ നമ്മൾ മുടക്കുന്ന 1 രൂപയാണെങ്കിൽ 1 രൂപ അത് ഏറ്റവും മഹത്തരമായിട്ട് സനാതന ധർമ്മത്തിനും സമാജത്തിന് കിട്ടുമെന്നും ബോധ്യമുണ്ടെങ്കിൽ മാത്രം തുടർന്നാൽ മതി. അതല്ല അതിൻ്റെ 100 നമ്മൾ കൊടുക്കും.
വിശ്രമ സമ്മാനത്തിന് കൊടുക്കും. അദ്ദേഹം നമ്മുടെ തന്നെ ഭാഗമാവുകയും ചെയ്യും. നമ്മുടെ തന്നെ ആളാണ്, നമ്മുടെ സ്പോൺസർ അല്ല, രക്ഷാധികാരിയായിട്ട് മാറും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കുറേയേറെ കുട്ടിയെ പ്രവർത്തനം കൊണ്ടുവരാൻ കഴിയും. ഇനി ഇത് പൈസ ഒന്നുമില്ല, ഒരു ദിവസം ഒരു രൂപ പോലും മാറ്റിവെക്കാൻ ഒരു രൂപ മാറ്റി വെച്ചാൽ പോലും മാസം 30,000 ആലോചിക്കണം. അങ്ങനെയുള്ളവരും ധാരാളം പേരുണ്ടെങ്കിൽ അവരെ കൊണ്ട് അന്നാറക്കൊണ്ട് തന്നാലായാലും ഈ ചെയ്യാൻ കഴിയും. ഇനി പ്രവർത്തിക്കാൻ കൂടി മനസ്സുള്ളവരാണെന്ന് പാർട്ട് ടൈം പ്രവർത്തനത്തിന് കൂടി സത്സംഗങ്ങൾ ആരംഭിക്കാം, ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം, ഇതെല്ലാം കാര്യം ചെയ്യാനുണ്ട്. കുട്ടികൾക്ക് തന്നെ അവയർനെസ് ക്ലാസ് സംഘടിപ്പിക്കാൻ നമ്മൾ പറയാൻ തയ്യാറാണ്. കാരണം നമ്മുടെ കുട്ടികളെ ഈ 6 പെരുമാറ്റമുള്ള സമൂഹത്തിലാണ് നമ്മുടെ കുട്ടികൾ, ഇവിടെ വരുന്ന കുട്ടികൾ വളരുന്നത്. നമ്മുടെ മുമ്പിൽ അത് പ്രകടമാക്കില്ലെന്ന് വരാം, പക്ഷെ അവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന ആശയങ്ങൾ ഇതാണ്. അത് അവരെ ബോധിപ്പിക്കാൻ കഴിയും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാണ്. 2 പ്രവർത്തനങ്ങൾ, കുട്ടിയ പ്രവർത്തനം, പാഠ്യ പ്രവർത്തനം. കുട്ടിയ പ്രവർത്തനത്തിൽ പറ്റുന്നവരിൽ കുട്ടികളുണ്ടെങ്കിൽ സ്വാഗതം, അല്ലെങ്കിൽ സ്പോൺസറിങ് ചെയ്തവരെ നിലനിർത്തുക. പാഠ്യ പ്രവർത്തനത്തിന് താല്പര്യമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും സ്കീമുകൾ, ഇപ്പോൾ സ്കോളർഷിപ്പ് പദ്ധതി ഇവിടുത്തെ സ്കൂളിൽ പല സ്കൂളിലെ മേധാവികളിലെ വന്നിരിക്കുന്നത്. സ്കൂളിൽ അപ്ലൈ ചെയ്താൽ മതി. കാരണം വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇതെല്ലാം നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നത്. വിദ്യാഭ്യാസ മേഖല വളരെ നിർണായകമായ മേഖലയാണ് എന്ന് മാത്രമല്ല, നമുക്ക് പഠിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളോട് പ്രാചീന ഗുരുകുല തന്ത്രങ്ങളുണ്ട്. ഒരു വിഷയം നന്നായി പഠിക്കാൻ എന്ത് ചെയ്യണം, ഓർമ്മ വയ്ക്കാൻ എന്ത് ചെയ്യണം, ജിജ്ഞാസയിലേക്ക് എങ്ങനെ വളർത്തണം തുടങ്ങിയ പ്രാചീന ഗുരുകുലങ്ങളിൽ പഠിപ്പിച്ചിരുന്ന ടെക്നിക്കുകളുണ്ട്, ആധുനിക തന്ത്രങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്കോളർഷിപ്പ് പദ്ധതിയിലുണ്ട്. ഭാരതീയ സംസ്കൃതി, വൈജ്ഞാനികം, വ്യക്തിത്വ വികസനം എന്ന 3 ഡിവിഷനായി തിരിച്ച് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ സ്കോളർഷിപ്പ് പദ്ധതി നമുക്ക് പങ്കെടുക്കാൻ കഴിയും, പുസ്തകം പ്രചരിപ്പിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ പദ്ധതികളിലും നമുക്ക് സഹകരിക്കാൻ കഴിയും. എന്തെങ്കിലും ആചാര്യൻ പറഞ്ഞ കാര്യം പ്രാക്ടിക്കലാണ്. അണ്ണാറക്കണ്ണൻ തന്നാലായിരുന്നൊരു വാക്കും കൂടെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മനസ്സിലിപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇത് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നത് ചെയ്യുമെന്ന് ഉറപ്പുള്ള ആൾക്കാരൊന്ന് കൈ ഉയർത്തി ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. സന്തോഷം. നമ്മളെല്ലാവരും കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ വീടിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അവർക്ക് വിദ്യാഭ്യാസവും അതുപോലെ സുരക്ഷയും വസ്ത്രങ്ങളും മരുന്നുകളും ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. നാളെ നമുക്ക് അഭിമാനത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ വേണോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ആ ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളും അവരുടെ പേരെ കുട്ടികളൊക്കെ ക്രിസ്ത്യാനിയായി, മുസ്ലിമായി, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മത്തെ എതിർക്കുന്ന ഒരാളായി കൂടെ ജീവിക്കണമോ, സ്വാഭിമാനത്തോടെ മറ്റുള്ളവരെ കൂടി ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ആളായി ജീവിക്കണമോ എന്നുള്ള ഒരു കാര്യമാണ് ആ വിദ്യാസമാനം ചെയ്യുന്നത്. അതിൻ്റെ പ്രസക്തി കൈപൊക്കുക. എല്ലാവർക്കും സന്തോഷം, നന്ദി. അതിനൊരു ക്രോഡീകരണം ഉണ്ടാവുക എന്നുള്ളത് മാത്രം. ഇവിടെ ഈ വിദ്യാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ്. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ? എൻ്റെ പേര് സന്ധ്യ, ഞാൻ അഡ്വക്കേറ്റ് ആണ്. സരസ്വതി വിദ്യാലയത്തിൽ സ്കൂളിലെ മാനസമതി പ്രസിഡന്റാണ്. ഈ ആറുതരം ട്രെയിൻ വളരെ പറഞ്ഞായിരുന്നു. അതിൽ കൂടുതലായി വരുന്നത് കൗമാരക്കാരാണോ അതോ ഏതുതരം ആളുകളാണോ? 7,000 പേരെ സനാതന ധർമ്മത്തിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞല്ലോ, ഒരു സംശയമാണ്. ഇത് എല്ലാ പ്രായക്കാരും ഉണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷെ വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് മാറ്റപ്പെടുന്നു. ഉള്ള സാഹചര്യങ്ങൾ പലതുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ മാനേജ്മെന്റ്, സ്കൂൾ മാനേജ്മെന്റ്, സിലബസുകൾ, അതുപോലെ അടുത്ത് പഠിക്കുന്ന സഹപാഠികൾ, അധ്യാപകർ, ട്യൂഷൻ ക്ലാസ് അധ്യാപകർ, ജോബ് ട്രെയിനിങ് കോഴ്സിനോ എൻട്രൻസ് പരീക്ഷയ്ക്കോ കോച്ചിങ് നൽകുന്ന സ്ഥാപനങ്ങൾ ഇവരെല്ലാം അറിയാതെ കുത്തിവെക്കുന്നുണ്ട്. അത് കുട്ടികളിലാണ് കൂടുതൽ ബാധിക്കുന്നത്. LKG പഠിക്കുന്ന കുട്ടികൾ മുതൽ മുകളിലേക്ക് വരുന്ന കുട്ടികൾ. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളുടെ പരിചയമുള്ള ഒരു ഡോക്ടറുടെ മോൾ തിരുവനന്തപുരത്തൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ഈയിടെ ചേർന്നു. അപ്പോൾ ഡോക്ടറുടെ മോളെ പഠിപ്പിക്കാൻ പോകുന്ന നമ്മുടെ കൂട്ടിൽ തന്നെയുള്ള ഫുൾ ടൈം അതുല്യാണ് ട്യൂഷൻ പഠിപ്പിക്കാൻ പോയത്. അപ്പൊ അതുല്യയോട് ഈ ഡോക്ടർ മോള് ചോദിക്കുകയാണ്,
നമുക്കെതിരെ ഇത്രയേറെ ദൈവങ്ങൾ. അവിടെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞു കൊടുത്തത് അതിന് മുമ്പ് ആ ചിന്താഗതിയില്ലായിരുന്നു. വേറെ സ്കൂളിലായിരുന്നു പഠിച്ചത്. ഈ സ്കൂളിലേക്ക് വന്നപ്പോൾ ദൈവങ്ങൾ എന്താണ്, കുരങ്ങനെ എങ്ങനെ ദൈവമാവും, ഒരു ആന എങ്ങനെ ദൈവമാവും. ഇങ്ങനെ ഈ മതപരിവർത്തന തന്ത്രങ്ങളിൽപ്പെട്ട് നമ്മൾക്ക് വരുന്നവർ ഉന്നയിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്, നമുക്ക് പരിചയമുണ്ട്. ഇതെല്ലാം ഈ കുട്ടിയിലെത്തിയിരിക്കുന്നു. വേറെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം 2022 ഡിസംബർ മാസം കേരളം മൊത്തം യാത്ര ചെയ്തത്, കേരള യാത്ര എല്ലാ ജില്ലകളിലും പോയി. അത് നമ്മുടെ തന്നെ, എന്നത് സ്കൂളിൻ്റെ പേര് പറയുന്നില്ല, പക്ഷെ ഹൈന്ദവ സ്വാഭിമാനമുള്ള ആ സ്വാഭിമാനികളെ വളർത്താൻ വേണ്ടി തന്നെ തയ്യാറാക്കുന്ന ഒരു സ്കൂളിലെ കുട്ടികളുടെ കാര്യം ഉദാഹരണമാണ്. അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. കോട്ടയത്ത് വെച്ചല്ലേ നമ്മളെ പേര് പറഞ്ഞ കോട്ടയം ജില്ല. അവിടെ നമ്മൾ ഈ കുട്ടികൾ 8ാം ക്ലാസ് മുതലുള്ള കുട്ടികളാണ്. സനാതന വാക്ക് അവർ കേട്ടിട്ടില്ല. സനാതന നമ്മുടെ ധർമ്മത്തിന് ശരിയായ പേര് സനാതന ധർമ്മം എന്നാണ്. ആ പേര് അതൊക്കെ പോട്ടെ, പേര് കേൾക്കാനെന്ന് മാത്രമല്ല, ഇവിടെ ശ്രീകൃഷ്ണനെ കുറിച്ച്, ശ്രീരാമനെ കുറിച്ചൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ് അവർ പുറത്തുനിന്ന് കേട്ടിരിക്കുന്നത്. സ്കൂളുകാരെ പഠിപ്പിക്കുന്നില്ലെന്നല്ല, പക്ഷെ ഇവരുടെ ചോദ്യങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം അവിടെ കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് അവിടെ 5-10 വയസ്സ് കൊണ്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ശ്രീകൃഷ്ണനാണ് യുദ്ധം ഉണ്ടാക്കിയത്, ശ്രീകൃഷ്ണനാണ് കുഴപ്പക്കാരൻ, ശ്രീരാമൻ ഭാര്യ ഉപേക്ഷിച്ചു, ശ്രീരാമൻ ഇങ്ങനെ ശൂദ്രനെ കൊന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരുടെ പതിവ് പല്ലവിയൊക്കെയാണ് ഇവരെല്ലാവരും പാടിക്കൊണ്ട്. അതിൽപ്പെട്ട് ചിന്തിക്കുന്നവരെല്ലാം പോകും. അപ്പൊ അവരെ കൂടി നല്ല രീതിയിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഡിബേറ്റർമാരും സംവാദകരും ഉണ്ടെങ്കിൽ മാത്രമേ പരിചയപ്പെടേണ്ടി. നമ്മുടെ വാൽമീകി രാമായണത്തിൽ പിന്നീട് കൂട്ടിച്ചേർത്ത സംഭവമാണ് ഈ ഉത്തര രാമായണം. അതറിയാവുന്നതിന് യോഗാമോ? കുറച്ച് പേർക്ക് അറിയാം. കാരണം അത് എല്ലാ പണ്ഡിതന്മാർ ഒരുപോലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തോടുകൂടി വാൽമീകി രാമായണം തീരുകയാണ്. അതെന്താണ് തെളിവെന്ന് ചോദിച്ചാൽ, ഏത് ഗ്രന്ഥം അവസാനിക്കുമ്പോഴും സ്തോത്രം അവസാനിപ്പിക്കുമ്പോഴും അവസാനമാണ് ഫലശ്രുതി. ഇത് പഠിച്ചാൽ, ഇത് ചൊല്ലിയാൽ എന്താണ് പ്രയോജനം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഫലശ്രുതി എന്ന് പറയുന്നത്. യുദ്ധകാണ്ഡത്തിനുള്ളിലാണ് ഒന്ന്. രണ്ടാമത് അതിൽ തന്നെ പറയുന്നുണ്ട്, വാൽമീകിയാൽ രചിതമായ എഴുതപ്പെട്ട പ്രസന്റ് പെർഫെക്റ്റ് എഴുതപ്പെട്ട് കഴിഞ്ഞു. എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസല്ല. എഴുതപ്പെട്ട ഈ രാമായണം വായിച്ചാൽ എന്താണ് പ്രയോജനം എന്നാണ് പറഞ്ഞത്. തീർന്നു. അത് മാത്രമല്ല, ശ്രീരാമനും സീതയും അവിടെ സസന്തോഷം 1000കണക്കിന് വർഷങ്ങൾ അവിടെ ജീവിച്ചു. 1000കണക്കിന് വർഷം കഴിഞ്ഞിട്ടാണോ സീത ഉപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള സീതാപരിത്യാഗം പോലും വാൽമീകി രാമായണത്തിലില്ല. വാൽമീകി രാമായണമാണല്ലോ ആദികാവ്യവും, അതാണല്ലോ ആധികാരികം. ശ്രീരാമനോട് എന്തുപോലെ ചതിയാണ് നമ്മുടെ ആൾക്കാർ ചെയ്തെന്ന് ആലോചിക്കുക. സീതയും ശ്രീരാമനും സസന്തോഷം 1000കണക്കിന് വർഷം താമസിച്ചു എന്ന് പറഞ്ഞിട്ട് 1000കണക്കിന് വർഷം കഴിഞ്ഞിട്ടാണ് ഇത് സീതയിൽ ഗർഭിണിയായത്. ഉത്തര രാമായണം എന്നുള്ള കൃതിയിലാണ് സീത എങ്ങനെ അലക്കുകാരന്റെ വാക്ക് കേട്ട് ഉപേക്ഷിച്ചു എന്നുള്ള പരാമർശമുള്ളത്. ഒരിക്കലും ശ്രീരാമൻ അങ്ങനെയുള്ള ആളല്ല. താൻ ബോധ്യപ്പെട്ട കാര്യം ലോകം മുഴുവൻ എന്ത് ചെയ്താലും ഉറച്ചു നിൽക്കുന്ന ആളാണ് ശ്രീരാമൻ. രണ്ടാം ഉത്തര രാമായണത്തിലുള്ള വേറെ കാര്യമാണ്, ശംഭൂകൻ എന്ന് പേരായ ഒരു ശൂദ്രൻ തപസ് ചെയ്യാൻ പോയി. കുറെ ബ്രാഹ്മണന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മക്കളൊക്കെ മരിച്ചുപോയി, ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവരെയൊക്കെ കൊല്ലാൻ അയാളെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ ചൊല്ലുന്നു. ആ ഉത്തരരാമൻ എഴുതി വെച്ചിരിക്കുകയാണ്. എഴുതിച്ചെന്നിട്ട് ശംഭുവിനോട് ചോദിക്കുന്നു, നീ ആരാണ്? ഞാൻ ശംഭുവിനെ സത്യസന്ധ ശംഭുവിനാണ്, ശൂദ്രനാണ്. അപ്പോൾ കൊല്ലുന്നു. ഇത് ഉത്തരരാമൻ എഴുതി വെച്ചിരിക്കുകയാണ്. ശ്രീരാമൻ എത്രത്തോളം അപമാനിക്കുകയാണെന്ന് ആലോചിച്ചു. ശ്രീരാമൻ ഭരതനോട് പറഞ്ഞു വിടുന്നെന്ന് ആലോചിച്ചു. ഭരതനോട് പറയുന്നത്, ശർവാകന്മാർക്ക് പോലും ജീവിക്കാനുള്ള വ്യവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാവണമെന്നാണ്. ശർവാകന്മാർ എന്ന് പറഞ്ഞാൽ യുക്തിവാദികളാണ്, നിരീശ്വരവാദികളാണ്, നമ്മുടെ ധർമ്മത്തെ അധിക്ഷേപിക്കുന്നവരാണ്. അവർക്ക് പോലും ജീവിക്കാൻ ക്ഷേമം ഉണ്ടാക്കണം, പക്ഷെ ജാഗ്രത കൊള്ളണം.
അവർ നമ്മുടെ ആൾക്കാരെ സ്വാധീനിക്കാതിരിക്കാനുള്ള ജാഗ്രത വേണം. പക്ഷെ അവർ ജീവിക്കാനും അവർക്ക് നല്ലൊരു പ്രചോദന രീതിയിൽ ജീവിക്കാനുള്ള സന്തോഷമായി ജീവിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് പറയുന്ന രാജ്യമാണ് രാമരാജ്യം. രാമരാജ്യം ആദ്യം ഭരിച്ചത് രാമനല്ല, ഭരതനാണ്. രാമന്റെ പേരിൽ രാമരാജ്യം ഭരിച്ചത് ഭരതനാണ്. പാതൊന്നും വെച്ചത് പിന്നീട് രാമൻ ഭരിക്കുന്നു. അത് മാത്രമല്ല, ശബരി ഇങ്ങനെയുള്ളതാണ്. ഇത് എഴുതിയ വാൽമീകി ഇങ്ങനെയുള്ളതാണ്. ഈ അവിടെ ദശരഥന് ശാപം വരുന്നത് ശൂദ്രനായിരിക്കുന്ന ഒരു മുനികുമാരനെ കൊന്നതിന് പേരിലാണ്. അവിടെ ശൂദ്രമാർദ്ദവസീയമായിരുന്നല്ലോ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പച്ചയ്ക്ക് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീരാമന്റെ വേട്ടയാണെന്ന് 2 പേരിലാണ്. സീതയെ പറ്റിച്ചു, 2 ശംഭുവിനെ പറ്റിച്ചു. ഇത് 2 ഉത്തര രാമായണത്തിലുള്ളതാണ്. അപ്പൊ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ വരെ ഇതുപോലെ പ്രക്ഷിപ്തങ്ങൾ എന്ന് പറയും. ധാരാളം നേരത്തെ മനസ്സിലാകാതിരുന്ന നമ്മൾ വൈദ്യഭാഷ ഉപയോഗിക്കും. അതങ്ങനെ ഇങ്ങനെയുള്ളതെന്ന് പറയും. അങ്ങനെ വൈദ്യഭാഷ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്, പലയിടത്തുമുണ്ട്. ഇതിനെ വ്യക്തമായി നമ്മുടെ ശാസ്ത്രം പഠിച്ചിട്ട് കൊള്ളേണ്ടത് ഏതാണ്, തള്ളേണ്ടത് ഏതാണ്, ത്യാജ്യഗ്രാഹ്യ ബുദ്ധിയോട് ശരിയായി പഠിക്കുന്നവർക്ക് മാത്രമേ ഇവർക്കെതിരെ പ്രതിരോധം നടത്താൻ പറ്റൂ. ശരിയായ കാര്യം മനസ്സിലാക്കി കൊണ്ടുവരാൻ കഴിയൂ. അങ്ങനെയുള്ള പഠനമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് വിഷയം എന്ന് പറഞ്ഞാൽ കുട്ടികളിലാണ് ഏറ്റവും ബാധിക്കുന്നതെങ്കിൽ എല്ലാവരും ഏറെക്കുറെ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് പത്തനംതിട്ടയിൽ ഒരു കോള് വന്നത്, അവര് റിട്ടയർ കഴിഞ്ഞ അച്ഛനും അമ്മയാണ്. അവർ ക്രിസ്തുമതത്തിലേക്ക് ചേർന്നു, കുടുംബടച്ച് മാറിയിരിക്കുകയാണ്, ഇങ്ങോട്ട് വരില്ല. അച്ഛനമ്മമാർ ഹിന്ദു ധർമ്മത്തെ ഉറച്ചു നിന്ന് മക്കൾ വേറെ പോയാൽ ഇവിടെ കൊണ്ടുവരുള്ളൂ. ഇത് മക്കളല്ല, കുടുംബടച്ച് പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്ത്യാനികളെ കുടുംബടച്ച കൊണ്ടുപോകും. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ആൾക്കാരെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ പ്രതിരോധിക്കാൻ വീടുകളിലെത്തി തന്നെ തെറ്റിദ്ധാരണ നീക്കുന്ന രീതിയിലുള്ള വലിയൊരു ആശയ പ്രചരണ യജ്ഞം തന്നെ വീട്ടിൽ അതിനാണ് കുട്ടികളെ പ്രവർത്തകരെന്നോ ഞാൻ പറയാൻ കാരണം. ശാന്തിയുടെ നമ്പർ നമ്മുടെ എല്ലാം നോട്ടീസ് എല്ലാവർക്കും കൊടുക്കുക. നമ്മളൊക്കെ എല്ലാം നോട്ടീസ് കൊടുക്കുക. അതിന് നമ്പറുണ്ട്. എവിടെയെങ്കിലും അതുപോലെ നമ്പർ. സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. ഒരു ചെറിയ സംശയമുണ്ട്. നമ്മളൊരു ഗ്രൂപ്പ് കുട്ടികളെ നമ്മൾ ഇന്നും കാണുന്നുണ്ട്. സാധാരണ നമ്മളിപ്പോ ആചാര്യം പറഞ്ഞത് നമ്മൾ പെട്ടുപോയിട്ട് നമ്മൾ അവരെ എങ്ങനെ ഇതിൽ പെടുന്നതിന് മുൻപേ നമ്മൾ കണ്ടെത്താൻ. ഇപ്പൊ നിങ്ങൾ റിസർച്ച് പോലെ ഇത്രയധികം പേരെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും സിംറ്റംസ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ ചേഞ്ച് മനസ്സിലാവുള്ളൂ. നമ്മൾ അധ്യാപകർക്ക് ഇപ്പോൾ ഒരു സ്റ്റാഫ് മീറ്റിംഗ് കൂടുമ്പോൾ അധ്യാപകരോട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മൊബൈൽ കൂടുതൽ ഉപയോഗിക്കുക, മിണ്ടാതിരിക്കുക, പഠിപ്പിൽ ശ്രദ്ധ കുറയുക എന്ന് പറഞ്ഞാൽ സാധാരണ സൈക്കോളജി നമുക്ക് മനസ്സിലാവും. അതിനപ്പുറത്തേക്കുള്ള റിസർച്ചിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വീട്ടിലും മക്കളുണ്ട്, സ്കൂളിലും ഉണ്ട്, ഫ്രണ്ട്ലി ആകുമ്പോഴും എന്തൊക്കെയാണ് കോമൺ ആയിട്ട് ഇതിൽ കാണുന്ന ലക്ഷണങ്ങളിൽ തന്നെ ലക്ഷണങ്ങൾ കണ്ടാൽ ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ള അറിവ് കിട്ടിയത്. ഇത് തിരിച്ചറിയാൻ ഇപ്പൊ പ്രയാസമാണ്. കാരണം ഇവരുടെ മനസ്സിൽ നടക്കുന്ന ഈ മാറ്റങ്ങൾ പക്ഷെ പുറത്ത് ലക്ഷണമാർഗത്തിൽ ലക്ഷണങ്ങൾ പറയാം. അതിൽ അഭിനയിക്കുന്നുണ്ട്. പൊട്ടു തൊടാതിരിക്കുക നമ്മളൊന്നും ശ്രദ്ധിക്കാം. പെൺകുട്ടികളാണ് പ്രത്യേകിച്ച് പൊട്ടൊന്നും ചന്ദനമോ കുങ്കുമോ തൊടാതിരുന്നാൽ നമ്മളൊന്നും ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ നിർബന്ധം അടിച്ചേൽപ്പിക്കേണ്ട ഒരു ചെറിയ ലക്ഷണങ്ങളാണ്. നമ്മളുടെ ഈശ്വരനെ കുറിച്ചോ അല്ലെങ്കിൽ അവതാര പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോഴുള്ള അവരുടെ ചിന്ത, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുച്ഛമാണോ പരിഹാസമാണോ അത് നമുക്ക് ശ്രദ്ധിക്കണം. വീട്ടിലാണെങ്കിൽ വളർന്നു കൊടുക്കുന്നുണ്ടോ, അമ്പലത്തിൽ പോകുന്നുണ്ടോ, നാമം ചൊല്ലുന്നുണ്ടോ, വലിയ വീടാക്കാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ബന്ധങ്ങളെ കാണുമ്പോൾ ഇത് സമീപനാണ്. കാരണം ഇത് നമുക്ക് ശ്രദ്ധിക്കാം. ഇത്രേ പറ്റൂ. പിന്നെ ഓരോ കാര്യങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അവരുടെ ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് അറിഞ്ഞാൽ ഉടനെ നമ്മളെ സമീപിക്കുക, മാറ്റിയെടുക്കുക. കാരണം ഓരോ കാര്യങ്ങൾക്കും ഓരോ സ്പെഷ്യലിസ്റ്റ് ആൾക്കാരുണ്ട്. നമുക്ക് രോഗം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാം, മാനസിക പ്രശ്നങ്ങൾ വന്നാൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ പോകണം, മയക്കുമരുന്ന് പോകുമ്പോൾ അഡിക്ഷൻ വന്നാലോ ഈ അഡിക്ഷൻ തന്നെ പോകണം. മതഭ്രാന്ത് തലയിൽ കയറിയാൽ ഇവരുടെ കൊണ്ടുപോയ ഒരു കാര്യം അവരെ ആശയവിദ്യാസമായിട്ട് ബന്ധപ്പെടുക. നമ്മൾ സ്പെഷ്യലിസ്റ്റ് ആൾക്കാരാണ്, നമ്മളൊന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ എത്തിക്കാൻ ഇപ്പോൾ തന്നെ മാത്രം ഇങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. പക്ഷെ നമുക്ക്
ഇവരൊന്നും പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരു അവയർനെസ് ക്ലാസ് പോലെ ഒരു മതത്തിനെതിരായിട്ട് പറയണ്ട, അല്ലാതെ എന്തെല്ലാം രീതിയിൽ ചെയ്യാം. ഒരു സ്കൂളാവുമ്പോൾ അതിന് അതിൻ്റെതായ പരിമിതികളുള്ളത് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മുടെ ധർമ്മത്തിനെ കുറിച്ച് സംസ്കൃതിയെക്കുറിച്ച് അഭിമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്ലാസ് സംഘടിപ്പിക്കാൻ കഴിയും. ഇനി സ്കൂൾ അന്തരീക്ഷം മാറിക്കഴിഞ്ഞാൽ കൂട്ടായ്മ വെച്ചാൽ, അവർക്ക് ബോധവൽക്കരണ ക്യാമ്പ് വെച്ചാൽ ഇവരുടെ പല അനുഭവങ്ങളുണ്ട്. അതിൽ കുറേയേറെ PPT പ്രസന്റേഷനൊക്കെ ഉണ്ട്, വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇവരിലേക്ക് പോയി കഴിഞ്ഞാൽ അപകടം മനസ്സിലാക്കുക. അച്ഛനന്മാരുള്ള ബന്ധം പോലും ഉണ്ടാവില്ല. നമ്മളെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അമ്മയ്ക്കും അച്ഛനും ഈശ്വരനും ഗുരുവിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ലേ. ഇവരിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത്, ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇസ്ലാം മതത്തിനെതിരായിട്ടുള്ളവരാണെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കരുത്, അവർ രക്ഷകർത്താക്കളായി പോലും കാണരുതെന്നാണ്. അത് മാത്രമല്ല, അള്ളാഹുവിനല്ലാതെ ഇസ്ലാമിലേക്ക് പോകുന്ന ആളാണെങ്കിൽ അള്ളാഹുവിനല്ലാതെ വേറൊരു ദൈവത്തെ ആരാധിച്ചാൽ ആരാധിക്കുന്ന ആരാധകനും ആരാധനയ്ക്ക് വിധേയനാകുന്ന ഈശ്വരനുണ്ട്, അവർ രണ്ടുപേരെയും അള്ളാഹു നരകത്തിലിട്ട് കത്തിക്കുമെന്നാണ്. ഖുർആൻ തെളിവച്ചിരിക്കുന്ന ഹദീസല്ല, ഖുർആനിൽ തന്നെയുള്ള വാക്യം, ഖുർആൻ ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെ സഹിഷ്ണുതയുണ്ടാവും? എന്തുകൊണ്ടാണ് ബാബർ തകർത്തത്? അല്ലെങ്കിൽ അറബിസിബിനെ പോലുള്ള ആൾക്കാരെ തകർക്കാൻ കാരണം എന്താണ്? ജസ്റ്റിൽ തകർക്കാൻ കാരണം എന്താണ്? അവരതിനെ ഏറ്റവും വലിയ മോശമായ മ്ലേച്ഛമായ കാര്യമായിട്ടാണ് വിഗ്രഹാരാധനയെ കാണുന്നത്. നശിപ്പിക്കുന്നവർക്ക് ബിരുദമുണ്ട്, കുത്സിക ബിരുദമുണ്ട്, വിഗ്രഹമച്ചറി. ഈ മൈൻഡ് സെറ്റിലാണ് നമ്മുടെ കുട്ടികളുള്ളത്. അടുത്ത കാലത്ത് ബ്രിട്ടനിൽ നിന്നും കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ നമ്മുടെ പിള്ളേർ, നമ്മൾ ഹിന്ദുയിൽപ്പെട്ട പിള്ളേർ മതം മാറി വന്നിരുന്നു. അവര് ഇമെയിൽ വഴി ബന്ധപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ കുട്ടികളുമായിട്ട്, ബംഗ്ലാദേശിലെ കുട്ടികളായിട്ടൊക്കെ. ഇവർ പറയുന്ന കാര്യം, ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ തകർക്കാൻ വരാത്തത്? ബംഗ്ലാദേശിൽ എന്തിനാണ് ഹിന്ദുക്കളെ വച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഹിന്ദു കുട്ടികൾ മതം മാറി ഹിന്ദുക്കളെ ചോദിക്കാം, ഇവിടെ താലിബാൻ എന്തുകൊണ്ട് ഭാരതം ആക്രമിക്കുന്നില്ല? അപ്പൊ ഒരു മതം മാറ്റമല്ല, ഈ മതം മാറ്റത്തോടുകൂടി നമ്മുടെ ധർമ്മത്തോട്, സംസ്കൃതിയോട്, രാഷ്ട്രത്തോട്, ഭൂമിയോട്, വിജ്ഞാനങ്ങളോട്, മാനവരാശിയോട് തന്നെ വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കുന്ന ഈ ഐഡിയോളജിയെ ആണ് നമ്മൾ ജാഗ്രത പാലിക്കുന്നത്. അവിടെയാണ് അപകടം. ഈ സംസ്ഥാനത്തിലുള്ള ഓരോ ഡിസ്ട്രിക്ട്സിലും അങ്ങൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഈ ധർമ്മ പ്രവർത്തകരെ താമസിപ്പിച്ച് കുറെ കൂടി അവർക്ക് ആക്സസ് പടിഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. പരിശീലിപ്പിച്ചിട്ട് അവരാദ്യം നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിർത്തി അവരെ നല്ല രീതിയിൽ തന്നെ അനുഭവപാഠങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തേക്ക് അയക്കുന്ന പദ്ധതിയാണ് ധർമ്മപ്രചാരം. ഓരോ വീടുകളിൽ കയറി ഇറങ്ങിയിട്ടാണ്. സാധാരണ നമ്മുടെ ആൾക്കാർ വീട് കയറുന്ന ഒന്നിൽ വോട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയോ അല്ലെങ്കിൽ പരിപാടി അറിയിക്കാൻ വേണ്ടിയായി. ഇത് നമ്മുടെ സ്ഥിര പരിപാടിയാണ്. മാസൊരിക്കലെങ്കിലും വീട് കയറും. അപ്പോൾ നമുക്കൊരു നല്ല ബന്ധം വരാൻ കഴിയും. അങ്ങനത്തെ ഒരു പദ്ധതിയാണ് ധർമ്മത്യാഗം. ആൾക്കാർ കൂടുതൽ ഉണ്ടായാലേ സാധ്യമാവും. ഈ 33 ലക്ഷത്തോടൊക്കെ നമ്മൾ എഴുതുന്നുണ്ടോ? 30 ലക്ഷം ക്രിസ്ത്യാനികൾക്ക് മാത്രം. മുസ്ലിങ്ങൾ തന്നെ ഇത്രയും തന്നെ കാണുന്നതിലേറെ കാണും. ഇതിനോടെ കിട്ടിയിടാനായിട്ട് 10-30 ആശയവിദ്യാസന്മാരുടെ കുട്ടിയെ പ്രവർത്തനം കൊണ്ട് മാത്രം സാധിക്കും. ഇതുപോലെ റിസർച്ച് ചെയ്യേണ്ട പല കാര്യങ്ങൾ കൊണ്ടുവരാൻ കൗൺസിലിംഗ് ഒരാളുടെ കൗൺസിൽ ചെയ്യാൻ പറഞ്ഞാൽ ധാരാളം സമയം പോകും. ഈയിടയ്ക്ക് ഓസ്ട്രേലിയയിലെ 2 കുട്ടികളും ബ്രിട്ടനിലെ ഒരു കുട്ടിയും വന്നിട്ട് ആ കുട്ടി അവരെ ബോധ്യപ്പെടുത്താനായിട്ട് 30 മണിക്കൂർ വേണ്ടി വന്നു, 2-3 ദിവസങ്ങളായിട്ട്. അത് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ആൾക്കാരെ ഇവിടെ ഒരുമിച്ച് വരാൻ പറയാൻ പറ്റില്ല. ഒന്ന് കഴിഞ്ഞ് അവരെ നല്ല രീതിയിലാക്കി കഴിഞ്ഞിട്ടായിരിക്കും വേറെ ഇന്റർവ്യൂ വരുന്നത്. അപ്പൊ നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇത് ഓരോ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നിരവധി ആൾക്കാർ വേണ്ടി വരും. റിസർച്ചിങ്ങിന് വേണ്ടി വരും, IT മിഷൻ പ്രവർത്തനത്തിന്, കൗൺസിലിംഗ് രംഗത്ത് പുസ്തകം എഴുതാനായിട്ട്, പഠിപ്പിക്കാനായിട്ട്, പ്രസംഗിക്കാനായിട്ട്, സംഘടനാ പ്രവർത്തനത്തിന്, അതുപോലെ നാടുകളിലേക്ക് എത്തിക്കാനായിട്ട്, ഇങ്ങനെ പല പിന്നിലുള്ള ആൾക്കാർ വേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു 1000 കുട്ടിയെ പ്രവർത്തകരെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു ചലനം ഉണ്ടാക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള ഒരു പ്രയത്നമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10-15ഓളം ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്, പുതുതായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ തന്നെ 5 വർഷത്തിനകം ഭാരതത്തിൽ മാത്രം ലോകമെങ്ങും എത്താനുള്ള സംവിധാനമാണ്. ഇപ്പോൾ പുതിയ സോഷ്യൽ മീഡിയ യുഗമാണ്. 5 വർഷത്തിനകം വെറുതെ പറയുന്നതല്ല, നമ്മളെല്ലാം
എല്ലാവരും ശ്രമിച്ചാൽ 5 വർഷത്തിനകം ലോകം മുഴുവൻ സനാതന ധർമ്മത്തിൽ എത്തുകയും അതിലേക്ക് ആള് വരികയും സംവിധാനം ഉണ്ടാവും. 100% ഉറപ്പാണ്. 5 വർഷം 2029 പക്ഷെ ഇതിനു വേണ്ടി നമ്മൾ നീ ആരുമില്ലെങ്കിൽ നമ്മൾ ചെയ്യും. നീ ആരും ക്രമപ്രചാരകരാൻ വന്നില്ല, സ്പോൺസർ ചെയ്യാൻ ആരുമില്ല. എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ പോയാലും എൻ്റെ അവസാന നിമിഷം വരെ ഈ കാര്യങ്ങൾ ചെയ്തതെല്ലാം എടുത്ത് വെബ്സൈറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് കൊടുക്കുന്നത് അറിയാം. ഏതായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സാധാരണ കൂടെ ഉണ്ടെങ്കിൽ 1000-ഓളം പ്രവർത്തകരെ ശ്രദ്ധിച്ചുകൊണ്ട് വലിയൊരു മാറ്റം വളരെ പെട്ടെന്ന് നമ്മുടെ വിസിബിളായ നമ്മുടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാധ്യമാണ്. മതപരിവർത്തനത്തിനേക്കാൾ ഉപരി ഇന്ന് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മദ്യവുമായി ആ ഒരു സബ്ജക്റ്റ് നമ്മുടെ സാധാരണ ജനങ്ങളുടെ അത് നമ്മുടെ ഇതിനെ 6ാമത്തെ ഞാൻ പറഞ്ഞില്ലേ, സുഖവാദം എന്ന് പറയില്ല. സുഖവാദം, തൻ്റെ സുഖം മാത്രം മതി, തൻ്റെ നാശമാണോ സമൂഹ ജീവിയുടെ നാശമാണോ നോക്കാതെ സുഖവാദം, ഹെഡോണിസം എന്ന് പറയും. ഈ ഹെഡോണിസത്തിൽ വരുന്ന കാര്യമാണ് മദ്യം, മയക്കുമരുന്ന്, പുകവലി. അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റിയെടുക്കുന്നു. ഈ പറയുന്ന മുരളി എന്ന് പറയുന്നത് നമ്മൾ പല ആൾക്കാരെ പേര് പറഞ്ഞില്ലേ, ധാരാളം പേരിൽപ്പെട്ടവരെ വന്ന് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്, ധാരാളം പേര്. ഇങ്ങനെയുള്ള ഏതുതരം ബ്രെയിൻ വാഷിംഗ് ആണ്. പിന്നെ മയക്കുമരുന്ന് പോലുള്ള വലിയ ആണെങ്കിൽ നമ്മൾ പിന്നെ ചികിത്സ ഡീഅഡിക്ഷൻ കഴിഞ്ഞിട്ട് മാത്രമേ കൊണ്ടുവരിക. ഡിപ്രഷൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള യോഗ്യതയിൽ മാർഗമുണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാനുള്ള അവകാശം ഇപ്പോഴത്തെ ഭരണാവസ്ഥ അനുസരിച്ചില്ല. അതുകൊണ്ട് ഡീഅഡിക്ഷൻ സെന്ററിലോ സൈക്കാട്രിസ്റ്റിലോ കാണിച്ചിട്ട് മാത്രമേ കൊണ്ടുവരിക. പക്ഷെ എന്ത് നമുക്ക് ചെയ്യാം. നന്ദി എല്ലാവർക്കും.